ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. PCTA കോട്ടയത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഉണർവിൻ്റെ 5ാമത്തെ പ്രോഗ്രാമാണിന്ന്. ഇന്നത്തെ വിഷയം തന്നെ വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ്. ദ സീക്രട്ട് ടു ഹെൽത്തിയർ റിലേഷൻഷിപ്പ്. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു പദം തന്നെയാണ് റിലേഷൻഷിപ്പ്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് പലപ്പോഴും മൊബൈലും അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ റിലേഷൻഷിപ്പിനെ എങ്ങനെ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിഷയമാണ്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന മനോഹർലാൽ സാറാണ്. PCTA കോട്ടയത്തെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. നമ്മുടെ 5ാമത്തെ സെഷനാണ്. ഈ സെഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളും വളരെ മനോഹരമായ കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് PCTയുടെ പ്രാരംഭഘട്ടത്തിലാണ്. നാളെ അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷിക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ നമുക്കുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് സന്തോഷം. ഇപ്പോൾ കോട്ടയത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ബാബു സാറുണ്ട്. അതുപോലെ തന്നെ കോട്ടയത്തുള്ള മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്. എല്ലാവരുടെയും പേരിൽ ഈ പ്രോഗ്രാം നമുക്ക് വളരെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ട്രെയിനർ മനോഹർലാൽ സാറാണ്. സാറ് PCTയുടെ പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ വളരെയധികം കാര്യക്ഷമമായ നേതൃത്വ പാഠവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ് നാളെ നടക്കുന്ന പ്രോസസ്സ്. അതിനുശേഷം മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം. കോഴിക്കോട് രാമനാട്ടുകരയാണ് സാറിൻ്റെ സ്വദേശം. PhD ഇൻ സൈക്കോളജി, അതുപോലെ MSc സൈക്കോളജി, യോഗ ഇൻ MSc, അതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്, ഒരു ചീഫ് കൺസൾട്ടൻ്റാണ്. സാർ ഡോക്ടർ ലാൽസ് കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കോഴിക്കോടുണ്ട്. 2019 പ്രൊഫഷണൽ എക്സലൻസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ മാനസികവും ശാരീരികവുമായ തലത്തിൽ ഒത്തിരിയും ആശ്വാസം പകരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് മനോഹർലാൽ സാർ. അതുകൊണ്ട് തന്നെ PCTയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ തീർച്ചയായിട്ടും അഭിമാനാർഹമായ ഒരു നേട്ടം സാറിനോട് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട മനോഹർലാൽ സാറിനെ. മനോഹർ സാർ, യു ആർ വെൽക്കം. താങ്ക് യു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോട്ടയത്തിൻ്റെ മറ്റൊരു വെബിനാറിൽ നമ്മുടെ മൂന്നാമത്തതാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലേ. 3ാമത്തെ പ്രാവശ്യം നിങ്ങളെയൊക്കെ കാണാനും സംവദിക്കാനൊക്കെ ഉള്ള അവസരമുണ്ടായതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ പരിചയമായ കുറേ മുഖങ്ങളുണ്ട്. പോൾ പടിയാട്ടി സാറുണ്ട്, നർജ്യോതി മാം ഉണ്ട്, അങ്ങനെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കുറേ പേരുണ്ട്. നിങ്ങളുടെ സാന്നിധ്യത്തിലെ എൻ്റെ വിഷയം തന്നെ, ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറയാം. നാളെ നമ്മുടെ പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ്റെ 1ാം സംസ്ഥാന സമ്മേളനവും ലോഞ്ചിങ്ങും കൂടിയാണ്. നമ്മൾ ആലുവയിൽ ആണ് സംഘടിപ്പിക്കുന്നത്. നല്ലൊരു പ്രോഗ്രാം ആക്കിയിട്ട് നമുക്ക് മാറ്റണം. കുറേ നമ്മളെ മെമ്പർമാരെയൊക്കെ നമ്മുടെ സംഘടനയിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ നല്ലൊരു പരിപാടിയായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ എല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അത് നമ്മുടെ പറഞ്ഞ പോലെ ബന്ധങ്ങൾ ഊട്ടി വളർത്താനുള്ള ഒരു വേദിയായിട്ട് നമ്മൾ മാറ്റും. നമ്മളെ ബന്ധങ്ങളിലെ സൗഹൃദങ്ങളിലുള്ള സന്തോഷം ഉണ്ടാക്കുന്ന വേളകളാണ് കൂട്ടായ്മകൾ, കൂടിച്ചേരലുകളെല്ലാം. ഈ കൂടിച്ചേരലും നമ്മുടെ ബന്ധങ്ങളിലെ, നമ്മുടെ സൗഹൃദങ്ങളിലെ ഊഷ്മളത വർദ്ധിപ്പിക്കുവാൻ എപ്പോഴും ഉതകുമെന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇടയ്ക്കൊക്കെ എന്ന് സാബു സാറ് പറയുമ്പോൾ പെട്ടെന്നാണ് സാബു സാറ് പറയുക നാളെ ക്ലാസ് എടുക്കുമെന്നൊക്കെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിന് എക്യുപ്ഡായിട്ട് വരാൻ ശ്രമിക്കാറാണ്. അതിനുള്ള അപാകതകളൊക്കെ ഉണ്ടാവും. എന്നാലും അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ കരുതിക്കൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ നേരിട്ട് കിടക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ എല്ലാ ബന്ധങ്ങളും ിലൂടെ നമുക്ക് സന്തോഷം അനുഭവിക്കണമെന്ന് ചിന്തിക്കുന്ന ആളാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? നമ്മളെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.
സന്തോഷം. സന്തോഷം. അപ്പൊ സന്തോഷം ഉണ്ടാക്കുന്നത് എല്ലാ കാര്യത്തിലും സന്തോഷം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ എന്ത് പ്രോഗ്രാമിലും എന്ത് പരിപാടികളിലും സന്തോഷം ഉളവാക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ജനതയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് നമ്മളെ സന്തോഷം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അവിടെയാണ് ആ ഒരു കാര്യങ്ങൾ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷം നമ്മളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ബോധമില്ലാതെ, സന്തോഷം മറ്റുള്ളവരിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷെ സന്തോഷം നമ്മൾ ഉണ്ടാക്കും. സന്തോഷങ്ങൾ എവിടെയുണ്ടോ അത് ഗ്രാബ് ചെയ്യാൻ, അത് സാംശീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഏതൊരു വിഷയത്തിലും നമുക്ക് സന്തോഷത്തോടെ കാഴ്ചപ്പാടോടുകൂടി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ മറ്റ് ബന്ധങ്ങളായാലും നമ്മുടെ ദാമ്പത്യ ജീവിതമായാലും ഒക്കെ സന്തോഷം ഉണ്ടാക്കുവാൻ നമ്മളെ പാർട്ട്ണറെ ഇഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല. ബന്ധങ്ങളുടെ ഗുണമേന്മ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ മേന്മയായിട്ട് മാറണം. അപ്പൊ സന്തോഷകരമായ ബന്ധം എന്നാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സന്തോഷകരമായ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ സുഖകരമായ ഒരു ജീവിത രീതിയാണ് അതിലൂടെ നമ്മൾ വരുന്നത്, സന്തോഷകരമായ ബന്ധത്തിലൂടെ. അപ്പൊ ദമ്പതികൾ തമ്മിലുള്ള, ഞാൻ അതിനോട് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മറ്റുള്ള ബന്ധങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിലെ പേഴ്സണൽ ലൈഫില് നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള ബന്ധങ്ങളാണ് നമുക്ക് പ്രയാസകരമായിട്ട് പലപ്പോഴും അനുഭവപ്പെടാറുള്ളത്. മറ്റ് ബന്ധങ്ങൾ, കാരണം നമ്മളെ റിയൽ പേഴ്സൺ കാണപ്പെടുന്നത് നമ്മുടെ വീട്ടിലാണ്. ആ വീട്ടിൽ നമ്മൾ എങ്ങനെ ബന്ധങ്ങൾ ബന്ധപ്പെടുത്താം, അത് സുഖകരമായി കൊണ്ടുപോകാം എന്നുള്ളത് അതിലേക്കാണ് ഞാൻ കടക്കുന്നത്. നമ്മുടെ വ്യത്യാസങ്ങളെ എല്ലാ മനുഷ്യന്മാർക്കുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പല പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ പറയുന്നത് വ്യത്യാസങ്ങളെ ആഘോഷിക്കുക എന്നതാണ്. അപ്പൊ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രയാസം തോന്നും. വ്യത്യാസങ്ങളെ എങ്ങനെ ആഘോഷിക്കാൻ? നമ്മൾ പലപ്പോഴും ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ എൻ്റെ മാനസികമായിട്ട് എനിക്ക് യോജിക്കുന്ന ആളെ, എൻ്റെ പാർട്ണറായ ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ആളാവണം എന്നുള്ള നിഷ്കർഷ നമ്മൾ പലപ്പോഴും കാണാറില്ല, അല്ലേ? നമ്മൾ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു കല്യാണാലോചന പോകുമ്പോൾ നമ്മളെ ഇന്റർവ്യൂവിൽ നോക്കുമ്പോൾ എൻ്റെ സ്വഭാവമായിട്ട് മാച്ച് ചെയ്യുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കാറ്. പക്ഷെ ഞാൻ പറയുന്നത് അത് പിന്നീട് ഒരു വിരസമായ ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ മാനേജ് ചെയ്ത് പോകുന്ന ആളുകളുണ്ടാവും. അപ്പോൾ വ്യക്തിത്വങ്ങള് വ്യത്യാസമുള്ള ആളുകളാണ്. അവർ ശൈലി, ശീലങ്ങള്, വികാരപ്രകടനം തുടങ്ങിയൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. വ്യത്യാസങ്ങൾ ഒരു ആശങ്കയായിട്ട് നമ്മൾ കാണണ്ട എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതായത് വ്യത്യാസങ്ങളിൽ നിന്ന് നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെങ്ങനെ? ജീവിതത്തിൽ രണ്ടാളുകളും ഒരുപോലെ ആവില്ല. ചിന്തയില്, സ്വഭാവത്തില്, അഭിപ്രായത്തില്, പ്രതീക്ഷകളിൽ, ശീലത്തിലൊക്കെ രണ്ട് വ്യക്തികള് വ്യത്യസ്തരായിരിക്കും. ഈ വ്യത്യാസങ്ങളെ പ്രശ്നമെന്ന് കാണുന്നവർക്ക് ബന്ധങ്ങളിൽ സംഘർഷം ഉണ്ടാകും. അപ്പൊ എവിടെയെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് നമ്മൾ എങ്ങനെ എടുക്കുന്നുവോ അതിനനുസരിച്ചാണ് അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ വ്യത്യാസങ്ങള് നമ്മൾ യാഥാർത്ഥ്യമായി കാണുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഏതൊരു ദമ്പതികളും പാർട്ട്നേഴ്സും 100% ഒരുപോലെ ചിന്തിക്കാറില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചിന്തിക്കുന്ന പോലെ എൻ്റെ ഭാര്യ ചിന്തിക്കണം, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന പോലെ എൻ്റെ ഫ്രണ്ട്സ് ചിന്തിക്കണം, ഞാൻ ചിന്തിക്കുന്ന പോലെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ചിന്തിക്കണം എന്നുള്ള നിഷ്കർഷയാണ് നമ്മുടെ മാനസികമായ സംഘർഷം ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ ഫാമിലി കൗൺസിലിങ്ങിലൊക്കെ ഒത്തിരി പരിചയമുള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം അതായത് ഞാൻ എടുത്ത ഒരു പോയിന്റാണ്. അത് സാധാരണവും സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ അവസരങ്ങൾ സൃഷ്ടിക്കണം. ഓരോ വ്യത്യാസവും നമ്മളൊരു പഠനാവസരം പോലെ നമുക്ക് കാണാൻ സാധിക്കണം. പങ്കാളി എന്തിനെ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരുടെ അനുഭവങ്ങളും അവരെ അങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഓരോ ശ്രമവും ബന്ധത്തെ കൂടുതൽ ആഴത്തിൽ അറിയാനുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ പാർട്ട്ണർ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കും? നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ആളുകൾ മാറി വരണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ചിന്തയാണല്ലോ നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്കൊക്കെ അടിസ്ഥാന കാരണം. നമ്മളെങ്ങനെ ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്, നെഗറ്റീവായി ചിന്തിക്കുന്നു ഒക്കെ നമുക്കറിയാം.
അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന എന്തുകൊണ്ട് നമ്മളൊരാള് വ്യൂ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് ആ അവസരത്തിൽ അങ്ങനെ ചിന്തിക്കുന്നു, ആ ഒരു ആംഗിളിൽ നമുക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ തന്നെ നമുക്ക് അതിനെപ്പറ്റി പഠിക്കാൻ നമുക്ക് സാധിക്കും. ആ ആളുകൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ചിന്തിക്കാറ് പലപ്പോഴും ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ, ഞാൻ എന്നുള്ള ഒരു ഈഗോ അവിടെ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് പോലെ മറ്റുള്ളവർ സ്വീകരിക്കണം, ഞാൻ പറയുന്നതാണ് ശരി. അപ്പോൾ അവിടെയാണ് ബന്ധങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉളവാക്കുന്നത്. വ്യത്യാസങ്ങൾ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ വ്യത്യാസങ്ങൾ വളർച്ചയ്ക്ക് വഴി തുറക്കുമെന്നാണ്. ചിലപ്പോൾ ഒരാൾ ശാന്ത സ്വഭാവമായിരിക്കും, മറ്റേ ആളൊരു ആവേശ സ്വഭാവം, ഒരു പക്വതയില്ലാത്ത പെരുമാറ്റങ്ങൾ ഉണ്ടാവും. ഈ പക്വതയും ഉത്സാഹവും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അവിടെ അതാണ് നമ്മുടെ മിടുക്ക്. ആ പക്വതയുള്ള ആളുകളും ആവേശമുള്ള ആളുകളും. അപ്പൊ ആവേശ പ്രകടനമുള്ള ആളുകൾ അത് ആ രീതിയിലാണ് നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു 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 മനസ്സ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഒരാളുടെ അതായത് ഓരോരുത്തർക്ക് ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. ഈ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ ചേരുമ്പോൾ സമതുലിതമാക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഉട്ടോപ്യൻ ചിന്തയാണ്. പക്ഷെ അല്ല, നമ്മുടെ മനോഭാവം അനുസരിച്ച് നമുക്കത് മാറ്റിയെടുക്കാം. അതായത് പരസ്പരം ഇല്ലാത്ത ഗുണങ്ങൾ, അതായത് ഒരേപോലെ ഇല്ലാത്ത ഗുണങ്ങളെ പരസ്പരം പങ്കിടാനുള്ള ഒരു വേദിയായിട്ട് നമുക്ക് അവിടെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അതായത് വ്യത്യാസങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ള, കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അത് ആർഗ്യുമെന്റിലേക്ക് പോകരുത്. നമ്മൾ പലപ്പോഴും ആർഗ്യുമെന്റിലേക്ക് പോകുന്നത് കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചുള്ള ബന്ധങ്ങൾ ശിഥിലമാവുന്നത്. ആർഗ്യുമെന്റിൽ പോവാതെ നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി എന്തുകൊണ്ട് നീ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഇടയ്ക്കുള്ള ഒരു മാർഗം കണ്ടുപിടിക്കാമോ എന്നുള്ള ആശയത്തിലൂടെ നമ്മൾ കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായമുള്ളത്. ഇത്തരമുള്ള സംഭാഷണങ്ങളും ബന്ധത്തിലും തുറന്നതും സുരക്ഷിതമായ ആശയവിനിമയത്തിന് വഴിയൊരുക്കുമെന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ വ്യത്യസ്തമായ വ്യത്യാസങ്ങളെ സംഘർഷണ നിയന്ത്രണ സ്കിൽസ് വർദ്ധിപ്പിക്കും. അപ്പൊ അതൊക്കെ നമ്മളെ ഒരു ടോളറൻസ് ലെവലും കൂടി അവിടെ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അഭിപ്രായ വ്യത്യാസം. ഇപ്പോൾ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എന്തൊക്കെയാണ് വികസിക്കുന്നത്, നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ ക്ഷമയുണ്ടാവും, കൂട്ടായ തീരുമാനമുണ്ടാവും, ചർച്ച ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവും, നിയന്ത്രണം നഷ്ടപ്പെടാതെ സംസാരിക്കാൻ നമുക്ക് പഠിക്കാൻ പറ്റും. ഇതെല്ലാം ബന്ധങ്ങളെ ദീർഘകാലം നല്ല രീതിയിൽ സ്മൂത്തായി കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത്. അപ്പൊ വ്യത്യാസങ്ങൾ പലപ്പോഴും ബന്ധത്തിൽ ഉല്ലാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറയാം. ഒരാൾ ആസ്വദിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾ പഠിച്ച് നിരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പുതിയ അനുഭവങ്ങള്, ഹോബികള്, യാത്രകള് എല്ലാം ദമ്പതിമാരെ കൂടുതൽ അടുത്തതാക്കും. വ്യത്യാസങ്ങൾ പലപ്പോഴും സഹാനുഭൂതി വർദ്ധിപ്പിക്കുമെന്നുള്ള പറയാം. എനിക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിലും പങ്കാളിക്ക് അത് പ്രധാനമാണ് എന്നുള്ള ചിന്ത എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സഹാനുഭൂതി വളരുമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുവഴി അവളല്ല അവൻ എന്നെ കേൾക്കുന്നു, എന്നെപ്പറ്റി അത് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവസരത്തിലേക്ക് നമ്മൾ മാറണം എന്നാണ്. അത് വ്യത്യാസങ്ങളെ പ്രശ്നമാക്കാതെ പരിഹാരമാക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അതായത് പ്രശ്നം വരുമ്പോൾ നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമുക്ക് ഇരുവരുടെയും രീതിക്ക് അനുയോജ്യമായ ഒരു പുതിയ മാർഗം നമുക്ക് കണ്ടെത്താമോ എന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ആ ബന്ധം അവിടെ ശിഥിലമാവാതെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. വ്യത്യാസങ്ങൾ നമ്മൾ പലപ്പോഴും ബന്ധത്തെ പ്രത്യേക രീതിയിലാക്കുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യത്യാസങ്ങൾ ജീവിതത്തിലുടനീളം മാറ്റങ്ങളും പുതുമയും കൊണ്ടുവരാനുള്ള സാധ്യതകളാണ്. ഒരു ബന്ധം മരവിച്ചു പോകുന്നത് സമാനതയുടെ മിതത്വത്തിൽ നിന്ന് അല്ല, പക്ഷെ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ നിന്ന് നിരന്തരമായ പുതുമ നൽകുമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മളെപ്പോഴും വ്യത്യാസങ്ങൾ വരുമ്പോഴേക്ക് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മളെ മനോഭാവം തന്നെ അവിടെ മാറും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ അത് ഞാൻ ചിന്തിക്കുന്ന പോലെ അയാൾ ചിന്തിക്കുന്നില്ല, അല്ല അവർ ചിന്തിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോകുന്നത് കൊണ്ടാണ് ഈ വ്യത്യാസങ്ങളിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ബന്ധങ്ങളെ രസകരമാക്കുന്ന രഹസ്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ആക്സെപ്റ്റൻസ്, അംഗീകരണം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പങ്കാളിയെ മാറ്റാനുള്ള ശ്രമത്തിനെ നമ്മൾ മാറ്റണം എന്നാണ്.
പലപ്പോഴും നമ്മുടെ കൂടെയുള്ള നമുക്കിപ്പോൾ കൗൺസിലേഴ്സ് ആണ്, ബിഹേവിയറൽ നമ്മളെ സയൻസ് ഒക്കെ പഠിച്ച ആളുകളാണ്, നമുക്ക് ആളുകളെ സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള കഴിവുകളാണ്. പക്ഷെ നമ്മൾ ഈ ഒരു കഴിവ് നമ്മളെ ക്ലയൻസിന്റെ മുമ്പിൽ നമ്മൾ കാണിക്കുക. പക്ഷെ ബന്ധങ്ങളെ പങ്കാളിയെ മാറ്റാനുള്ള ശ്രമം ഓരോരുത്തരും നമുക്ക് തനതായ രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാം. അവരങ്ങനെയാണ്, അല്ല ആൾ അങ്ങനെയാണ്. ആ അക്സെപ്റ്റൻസ് ഒരു വലിയൊരു കാര്യമാണെന്നല്ല. അപ്പൊ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മളെ മനോഭാവം തന്നെ മാറിയെടുക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഈ ഫാമിലി കൗൺസിലിങ്ങിന് വരുന്ന പോലെ ട്രസ്റ്റ് ഒരു വലിയൊരു കാര്യമാണ്, കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ കാര്യമാണ്, ലവ് ഒരു വലിയ കാര്യമാണ്. ഈ 3 ഫാക്ടർ നമ്മളെ ശരിയായ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെന്നാണ് പറയാൻ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ അവിടെ വലിയൊരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ് പലപ്പോഴും നമുക്ക് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഈ ഫാമിലി കൗൺസിലിങ്ങിലും കപ്പിൾ കൗൺസിലിംഗ് ഒക്കെ വരുമ്പോൾ അവർ തമ്മിൽ മിണ്ടാതിരിക്കുന്നതിലാണ് അവരുടെ എന്താ പറയുക, അവരുടെ രീതി അങ്ങനെയാണ്, മിണ്ടാതിരിക്കുക. എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ 5-6 ദിവസം വരെ 1 മാസം വരെ മിണ്ടാതിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു തരം പ്രവണത നമ്മൾ പലപ്പോഴും പല ആളുകളിലും കാണാറുണ്ട്. ഇത് ആ ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ തുറന്ന് സംസാരിക്കുക. അവിടെ ആർഗ്യുമെന്റ് അല്ല, നിങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു പോസിറ്റീവായ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. അതായത് ആർഗ്യുമെന്റ് ഒരു ശത്രുവിനെ ഉണ്ടാക്കുന്ന പറയുന്നത്. അപ്പൊ ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകണം. അത് നമ്മൾ മറ്റുള്ള ആളെ നമ്മുടെ വ്യക്തികളെ മാനിക്കണം. ഇപ്പൊ ഒരാളെ ഇപ്പൊ നമ്മുടെ പാർട്ട്ണർ ആയാലും വേണ്ടില്ല, നമ്മുടെ ഫ്രണ്ട് ആയാലും വേണ്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ് ആയാലും വേണ്ടില്ല, ആ വ്യക്തികളെ മാനിച്ച് സംസാരിക്കാനുള്ള ശീലങ്ങൾ നമ്മൾ ചെറു പ്രായത്തിൽ തന്നെ അതായത് നമുക്കതിൽ പറയാനുണ്ടല്ലോ, കേൾവികൾ പോകുന്ന നേരമാണ് പാസീവ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, എമ്പതറ്റിക് ഉണ്ട്. എമ്പതറ്റിക് എനിക്ക് തോന്നുന്നത് എന്ന ഭാഷ കുറ്റപ്പെടുത്തൽ ഒഴിവാക്കാൻ പറ്റും. ഒരാളെ നീ എങ്ങനെ എപ്പോഴും അങ്ങനെയാണ്, നീ അതാണ്, നീ ഇങ്ങനെ. അതിന് പകരം എനിക്ക് തോന്നുന്നത് നീ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നതാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ പറയുന്നത് നീ അടച്ചങ്ങോട്ട് ആക്ഷേപിക്കുക, നീ ഒന്നിനും പറ്റില്ല, നീ ഒന്നിനും കൊള്ളില്ല, അല്ലെ നിങ്ങളൊന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിലുള്ള സംഭാഷണം വരുമ്പോഴാണ് അവിടെ ഫ്രിക്ഷൻ വരുന്നത്. അതായത് അതിൽ വേറെ ഒരു പ്രശ്നത്തിൽ അത് പുരുഷ ആധിപത്യ സമൂഹത്തിൽ പക്ഷേ അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ നമ്മൾ വളർത്തിയെടുത്ത ഒരു കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഇമോഷണൽ മനോവൈകാരികത, ഇമോഷണൽ സേഫ്റ്റി എന്ന് പറയുന്നത് മനോവൈകാരിക സുരക്ഷ. അതായത് നമ്മളെ ജഡ്ജ്മെന്റ് ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ സാധിക്കണം. അത് ഒരാളെ എപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ട് ഒരാളെ നമുക്ക് എന്താ പറയുക മുൻവിധിയോട് കൂടി നമ്മൾ കാണാൻ പാടില്ല. മുൻവിധിയോട് കാണുമ്പോൾ അവരെ സംബന്ധിച്ചോളം അപ്പൊ നമ്മൾ ബ്രാൻഡഡ് ആണ്, ഇയാൾ ഇങ്ങനെയായിരിക്കും. അപ്പൊ അയാളിലും മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മളെ രീതിക്ക് അനുസരിച്ച് ചിലപ്പോൾ അവിടെ നമ്മളെങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, ആ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ യോജിച്ചു പോകുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളത്. അത് കോപം, അവഗണന ഉണ്ടാവും, നിരന്തര വിമർശനം ഉണ്ടാവും. ഇതൊക്കെ ബന്ധത്തെ നശിപ്പിക്കുന്ന 3 ശത്രുക്കളാണ്: ദേഷ്യം, അവഗണന, നിരന്തര വിമർശനം. പലപ്പോഴും ഞാൻ കാണാറുണ്ട് നമ്മുടെ മുന്നിലൊക്കെ വരുന്ന കപ്പിൾസൊക്കെ ഭയങ്കര അടിയായിരിക്കും. അവിടെ നിന്ന് നമ്മളൊരു എന്താ പറയുക, നമ്മൾ പറയാ പാമ്പും കീരിയും പോലെ ഉള്ള അവസ്ഥയിലായിരിക്കും പലപ്പോഴും കാണാം. അവർ തമ്മിൽ പറയാത്ത കാര്യങ്ങളുണ്ട്. അവർ നേരിട്ട് നമ്മളെ മുന്നിൽ ഇരുത്തി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഒരു മനോനില എങ്ങനെയാണ്. അപ്പൊ അവർ തമ്മിലുള്ള ഭയങ്കര ഫൈറ്റ് ആയിരിക്കും. അപ്പൊ അവിടെ എന്താ വെച്ചാൽ വിമർശനങ്ങളാണ്. ഈ നിരന്തരം ഇവിടെ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ വിമർശനങ്ങള് അവർ വീട്ടിലാവുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കൂ. അത് അത്രത്തോളം ഭീകരമായ അവസ്ഥയിൽ ഒരു വിമർശനങ്ങൾ കേൾക്കുമ്പോൾ, വിമർശനങ്ങൾ ആർക്കും ഇഷ്ടപ്പെടില്ല, ക്രിയേറ്റീവ് ആയിട്ടുള്ള വിമർശനങ്ങളാണ്. പക്ഷെ ആക്ഷേപിക്കുന്ന രീതിയിൽ നമ്മളിപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് മറ്റൊരാളെ നിരന്തരമായിട്ട് വിമർശിക്കുക, അവരെ അവഗണിക്കുക, കുറ്റപ്പെടുത്തുക, വർത്താനം പറയുക എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക്കിന്റെ ഇടയിൽ ഈ ഒരു സമ്പ്രദായം വരെ പല കപ്പിൾസിന്റെ ഇടയിൽ ഞാൻ കാണാനുണ്ട്. ആളുകളെ കാണുമ്പോൾ മറ്റേ ആളെ ഇകഴ്ത്തി കെട്ടി സംസാരിക്കുന്ന രീതിയിൽ ഇതൊക്കെ ഒരു വലിയ പ്രയാസം ഉണ്ടാവും. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാമെങ്കിൽ ഞാൻ പറഞ്ഞത്, സുരക്ഷിത ബന്ധത്തിൽ തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം വേണം. ആ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ച് നമ്മളെ നല്ല രീതിയിൽ വളരെ കാം ആൻഡ് കൂളായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിച്ചാൽ തന്നെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു പോയിന്റിലേക്ക് എത്തും. ഹൃദയം തുറന്നുള്ള സംസാരമായിരിക്കും. അവിടെ മറ്റാളെ നമ്മൾ കുറ്റപ്പെടുത്തുകയോ
അവരുടെ ആ രീതിയിലിരുന്ന് നമ്മൾ കാണാനുള്ള കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് നമ്മൾ ആർജിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം അപ്രീസിയേഷൻ ഒരു വലിയ കാര്യമാണ്. അത് നമ്മുടെ ഇടയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്താൽ ഒരു നല്ല ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയാം, ഒരു പാചകം, നല്ല രീതിയിൽ ഒരു പാചകം ചെയ്തു, അത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റം അവിടെ കണ്ടുപിടിക്കുന്ന, ഒരു എരിവ് കൂടിയെന്നോ അല്ലെങ്കിൽ ഒരു ഉപ്പ് അധികമായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തകരാറ്, എന്തെങ്കിലും തകരാറ്, ഇങ്ങനെ പറയുമ്പോൾ ആ ചെയ്യുന്ന ആൾക്ക് എത്ര നല്ല സാധനങ്ങൾ ഉണ്ടാക്കിയാലും ഒരു സന്തോഷം തോന്നുന്നില്ല. അപ്പൊ ആ ബന്ധത്തിലുള്ള സന്തോഷം താരതമ്യേന പക്ഷെ വേറൊരാളെ, നമ്മുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ വേറെ വീട്ടിലെ ആളുകൾ വരുമ്പോൾ അത് കഴിച്ച് അപ്രീസിയേഷൻ പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ്. ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ എന്നോട് പറയാറുണ്ട്, വീട്ടിൽ എന്ത് ചെയ്യിച്ചാലും ഭർത്താവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹം എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്നു എന്നുള്ള സ്വഭാവമാണ് ഉള്ളത് എന്ന് പറയും. ഇതേപോലെ തന്നെ ചെറുതെങ്കിലും നമ്മളത് വിലമതിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ചെറിയ കാര്യങ്ങളായിരിക്കും, അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ചെറിയ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അത് അപ്രീസിയേറ്റ് ചെയ്യുക, അത് നല്ലതാണ്. അത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലത് തന്നെ പറയാൻ നമ്മളെ സംബന്ധിച്ചോളം പറയാം. തെറ്റാണെങ്കിൽ അത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ആർജവം, ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടാവണം എന്നതാണ് അതിലുള്ള വേറെ ഒരു രഹസ്യമായിട്ട്, സന്തോഷത്തിന്റെ ഹാപ്പിയർ ലൈഫിലെ ഒരു രഹസ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഷെയർഡ് മൂവ്മെന്റ്സ് അല്ല, നമ്മളെ ബന്ധം കൂട്ടിയുറപ്പിക്കുന്ന വലിയൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചോളം ഷെയർഡ് മൂവ്മെന്റ്സ്. അതായത് നമ്മൾ തമ്മിലുള്ള പരസ്പരം ഇരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആസ്വാദ്യകരമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു മനസ്ഥിതിയാണ് ഷെയർഡ് മൂവ്മെന്റ്. ഇത് ഏതൊരു ഷെയർഡ് മൂവ്മെന്റ്സ് എന്നത് ദാമ്പത്യത്തിലോ അതോ ബന്ധത്തിലോ ഒരുമിച്ചുണ്ടാകുന്ന അർത്ഥമുള്ള ചെറിയ വലിയ അനുഭവങ്ങളാണ്. ചെറുതായാലും വലുതായാലും ഉള്ള അനുഭവങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിന് ഈ അനുഭവങ്ങൾ, ഈ നിമിഷങ്ങൾ ബന്ധത്തിന്റെ കണക്ഷൻ ബാങ്ക് എന്ന് നമുക്ക് പറയാം. ഇത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിമിഷങ്ങളാണ് നമ്മളെ കണക്ട് ചെയ്യപ്പെടുന്നത്. അത് ഏതൊരു ബന്ധത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളെ ഫ്രണ്ട്സ് ആയാലും നമ്മൾ അവർ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആ മൂവ്മെന്റ്സിൽ ഉണ്ടാവുന്ന, നമ്മളെ സംബന്ധിച്ചുള്ള ആ നിമിഷത്തിൽ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചോളം കൂടുതൽ ഈ ബന്ധത്തിൽ കൂടുതൽ സുരക്ഷിതമാക്കി, അതേസമയം കൂടുതൽ അടുത്താക്കി, കൂടുതൽ സന്തോഷമാക്കി മാറ്റുന്നത്. ഇപ്പൊ ഷെയർഡ് മൂവ്മെന്റ്സ് എന്തൊക്കെയാവാം? നമ്മളൊരു നല്ല ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാവും, ഒരുമിച്ച് ചായ കുടിക്കാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഇതൊരു ഒരു ചെറിയ രസങ്ങളാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാറില്ല? പതിവ് ഞാൻ പലപ്പോഴും പല ആൾക്കാരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇല്ല. ഒരാൾ ഒരു സമയത്ത് കഴിക്കും, മറ്റാൾ വേറെ സമയത്ത്, കുട്ടികൾ വേറെ സമയത്ത് കഴിക്കും, എല്ലാവരും വ്യത്യസ്തമായ സമയത്ത് കഴിക്കും. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അതൊരു ഷെയർഡ് മൂവ്മെന്റ് ആണ്. അവിടെ നല്ല കാര്യങ്ങൾ പറഞ്ഞ്, രസകരമായ വർത്തമാനമൊക്കെ പറഞ്ഞ്, നമ്മൾ നല്ല രീതിയിൽ അത് ആസ്വദിച്ചുകൊണ്ട് ആ ഭക്ഷണത്തെ ആസ്വദിച്ച് സന്തോഷത്തോടെ ആ ഒരു രീതി. അതുപോലെ വൈകുന്നേരം ഒരു ചെറിയ നടത്തം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർക്കിൽ പോവുക, ഒരുമിച്ച് പാചകം ചെയ്യുക, ഇതൊക്കെ ഷെയർഡ് മൂവ്മെന്റിൽ പറയാൻ പറ്റാം. തമാശയിൽ ചിരിക്കുക. തമാശ എന്നാണ് ഏറ്റവും വലിയ ആകർഷകമായ കാര്യം. ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ഹാപ്പി ഹോർമോൺസുകൾ പ്രകടിപ്പിക്കുന്നതാണ്. നമ്മൾക്ക് അതിന്റെ മനസ്സിൽ ചിരിക്കേണ്ട ആവശ്യമില്ല. ചിരിക്കുക, എന്തുകൊണ്ട് ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ് ന്യൂറോ സയൻസ് പറയുന്നത്. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ഡോപ്പാമീനൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുക. അപ്പൊ നമ്മളെ ഉള്ളിലുള്ള ഈ സാധനത്തിനെ നമ്മൾ എന്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല? അപ്പൊ ഒരു തമാശയിൽ പങ്കുചേരുക, തമാശ പറയുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല ഒരു അനുഭവമായിട്ട് നമുക്ക് പറയാം. ഒരുമിച്ച് ചെയ്ത ശ്രമങ്ങള്, അപ്പൊ ഒരുമിച്ച് ഒരു പ്രശ്നം പരിഹരിക്കാം. അപ്പൊ ഒരു വീട് പണി നമ്മൾ കൂട്ടായിട്ട്, ഇപ്പോഴത്തെ തലമുറയിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. വീട് പണി കൂട്ടായിട്ട് ചെയ്യാം. ഒരു വീട് ഉണ്ടാക്കുന്ന, ഒരു ബജറ്റ് ഉണ്ടാക്കുമ്പോൾ, പ്ലാൻ ചെയ്യുമ്പോൾ ഒരു വി ആർ എ ടീം എന്നുള്ള രീതിയിൽ ആ കുടുംബത്തിലെ എല്ലാവരും കൂടിയുള്ള ടീം വർക്ക്, അതിന്റെ ബജറ്റ് പ്ലാൻ ചെയ്യാം. ഒരു ചെലവുകൾ പ്ലാൻ ചെയ്യുമ്പോഴും അതെല്ലാം നമ്മൾ ഒരുമിച്ച് ഒരു ബജറ്റിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ രസകരമായ കാര്യമാണ്. ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമാണ്. ആഘോഷങ്ങള്, ജീവിതം ആഘോഷിക്കുക എന്നത്, പിറന്നാളുകൾ ആഘോഷിക്കുക, വാർഷികങ്ങൾ ആഘോഷിക്കുക, പിന്നെ ചെറിയ ചെറിയ വിജയങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുക, ഇതൊക്കെ ബന്ധത്തിന് പ്രാധാന്യം. ഇപ്പൊ നമ്മൾ നാളെ 18-ാം തീയതി ഇവിടെ പ്രൊഫഷണൽ കൗൺസിലിംഗ് ട്രെയിനേഴ്സിന്റെ ഒരു വിജയമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അവിടെ നമ്മളൊരു ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഒരു വേളയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചോളം ഒരു എന്താ പറയുക, ഒരു സംഘടന രൂപം കൊള്ളുന്ന ഒരു ആഘോഷമാണ് അവിടെ.
ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ഇതുപോലെ തന്നെയാണ് എമോഷണൽ ഷെയറിങ്. ഒരു ദിവസത്തെ സന്തോഷം മാത്രമല്ല, ക്ലേശങ്ങളും നമുക്ക് പങ്കുവെക്കാം. ക്ലേശങ്ങൾ ഉണ്ടാവും. ഈ ക്ലേശങ്ങള് അത് ഏതൊരു ബന്ധത്തിലും, ഫ്രണ്ട്സ് ആയാലും വേണ്ടില്ല, നമ്മളെ പാർട്ട്ണർ ആയാലും വേണ്ട, നമ്മുടെ ബുദ്ധിമുട്ടുകൾ പങ്കുവെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികമായ ഒരു സമ്മർദ്ദ ലഘൂകരണം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പലപ്പോഴും കൗൺസിലേഴ്സ് പറയാറുണ്ട്, നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ടാവുന്നത് നല്ലതായിരിക്കും. നമ്മളൊരു നല്ല സുഹൃത്തായാലും പാർട്ട്ണർ ആയാലും അത് കേൾക്കുക. അത് കേൾക്കുമ്പോൾ നമ്മളെ എന്താ പറയാ, അത് ജഡ്ജ്മെന്റ് ഒന്നും പാടില്ല. അത് അവർ പറയുന്നത് അവരെ കേൾക്കാൻ, അവർ പറയാൻ അവരെ അനുവദിക്കുക. അതിൽ കയറി ചാടി ഇടയ്ക്ക് കയറി അത് നെഗറ്റീവ്, അത് അടിക്കല്ലേ, നീ അങ്ങനെ പറയല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയല്ലേ, നിങ്ങൾ എപ്പോഴും നെഗറ്റീവ്, അത് പറയാതെ അവർ അവർ പറയുന്നത് കേൾക്കുകയും അവരുടെ മാനസിക പിന്തുണ കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ഇതൊരു എമോഷണൽ ഷെയറിംഗ് ആണ്. ഭാവി സ്വപ്നങ്ങൾ ചർച്ച ചെയ്യാം, അല്ലെ? ഭാവിയിൽ എന്തൊക്കെ നമുക്ക് ഒരു വീട്ടിലായാലും കുടുംബത്തിലായാലും പല കാര്യങ്ങളും നമ്മൾ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇത് ഞാൻ റിമൈൻഡ് ചെയ്യാൻ വേണ്ടി പറയാം. ഭാവി സ്വപ്നങ്ങൾ നമുക്ക് ഒരുമിച്ച്, അപ്പൊ നമ്മളൊരു പാട്ടില്ലേ, സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രസമായ ഒരു അനുഭൂതിയാണ് നമ്മുടെ മനസ്സിൽ. അപ്പൊ സ്വപ്നങ്ങൾ നമ്മൾ പങ്കുവെക്കുക. ആ സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചുള്ള ആകർഷകമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെ പ്രതീക്ഷകളും നമ്മുടെ സ്വപ്നങ്ങളുമാണ്. അതേ രീതിയിൽ ആ സ്വപ്നങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിനൊരു കൂടുതൽ ജീവൻ വെക്കുന്നു. ആ സ്വപ്നം, ഒരു വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വീട് പെട്ടെന്ന് ഒരു കപ്പിൾസ് ഒക്കെ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ അത് പ്ലാൻ ചെയ്യുക, അതിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ, ഇതൊക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളാകുമ്പോൾ അതിനൊരു കൂടുതലൊരു മാനം നമുക്ക് നൽകാൻ സാധിക്കുന്നു. ഇവിടെ മാനസിക പിന്തുണ നൽകുന്നത്, പങ്കുവെക്കുന്ന ഈ നിഷ്കളങ്ക നിമിഷങ്ങളെ ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് പറയാനുള്ളത്. പിന്നെ അതേ സമയത്ത് തന്നെ ഒരുമിച്ചുള്ള പഠന അന്വേഷണ നിമിഷങ്ങൾ, അത് നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുക, അത് ഒരു ക്ലാസ് എടുക്കുക. അപ്പൊ ഇതിലിപ്പോ പിന്നെ പാർട്ട്നേഴ്സ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ അതൊരു രസകരമായ ഒരു അനുഭവമാണ്. ഒരു ക്ലാസ്സിൽ നമ്മൾ യോജിച്ച് നമ്മളെ കൂട്ടായ്മയുള്ള, നമ്മളെപ്പോഴും കണ്ടില്ല, ഒരു ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അടുത്ത് എങ്ങനെയാ ഇരുത്തുക, നമുക്ക് പരിചയമുള്ള ആളുണ്ടെങ്കിൽ അയാളെടുത്ത് പോയിരിക്കും. അപ്പോൾ ഒരു സന്തോഷമാണ് അവിടെ വരുന്നത്. നമ്മൾ വേറെ ആളെ എടുത്തിരിക്കുമ്പോൾ നമുക്ക് ഒറ്റപ്പെട്ട മാറ്റി തോന്നും. അപ്പോൾ അതൊക്കെ നമ്മൾ ഷെയറിങ് ഒരു മൂവ്മെന്റ്സ് എന്നുള്ള ഇതാണ്. പിന്നെ ഒരുമിച്ചുള്ള യാത്രകൾ, അല്ലെ? യാത്രകൾ ഈ ബന്ധങ്ങളെ നമ്മൾ പറയാറുണ്ട്, കപ്പിൾ തെറാപ്പിയിലൊക്കെ വരുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് രണ്ട് സെഷൻ കഴിഞ്ഞാൽ ഞങ്ങൾ പറയും, നിങ്ങളൊരു യാത്ര പോകും, നിങ്ങൾ അടുത്ത സെഷൻ ഒരു കുറച്ച് അങ്ങോട്ട് നീണ്ടാലും വേണ്ടില്ല, ഒരു യാത്ര പോയിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരും. എന്നിട്ട് അതിന്റെ അനുഭവങ്ങൾ എന്നോട് പങ്കുവെക്കൂ, നിങ്ങൾ തമ്മിൽ പങ്കുവെക്കൂ. ഇതൊക്കെ പറയുമ്പോൾ അവർക്കൊരു ആവേശമായിരിക്കും. അപ്പോൾ പുതുമയുള്ള പുതിയ ഹോബികൾ, പഠിക്കാൻ പുതുമയുള്ള കാര്യങ്ങൾ ബന്ധത്തിലൊക്കെ പിന്നെ പുതുജീവൻ നൽകും. ഇത് ഷെയർഡ് മൂവ്മെന്റ്സ് അത്രത്തോളം പ്രധാനമുള്ള കാര്യമാണ്. ബന്ധത്തിൽ അത് സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് താങ്ങായി ഒരാൾ ഉണ്ട് എന്ന ബോധം അവിടെ ശക്തമാകുന്നു. അപ്പൊ ഇതൊരു വലിയൊരു കാര്യമാണ്. നേരിയ തർക്കങ്ങൾ ചെറുതായി മാറുന്നു. നേരിയ തർക്കങ്ങളില്ലാത്തില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഏതൊരു സ്ഥലത്തും ഉണ്ടാവും. അപ്പൊ ചെറിയ വലിയ പ്രശ്നമാക്കി നമ്മൾ മാറ്റുമ്പോഴാണ് ആ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാവുന്നത്. നല്ല നിമിഷങ്ങൾ കൂടുതലായാൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. നല്ല നിമിഷങ്ങൾ കൂടുതലുണ്ടായാൽ ഈ ബന്ധത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. ആ ഷെയർഡ് മൂവ്മെന്റ്സ് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് ദുഃഖകരമായ അവസ്ഥയാണ്. പലപ്പോഴും നമ്മൾ കാണുന്ന, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പല ആളുകളും പുതിയ ന്യൂലി വെഡഡ് കപ്പിൾസ് ആയാലും വേണ്ടില്ല, പഴയ കുറെ വർഷം ദാമ്പത്യ ജീവിതത്തിൽ പരിചയമുള്ള ആളുകളെ ആയാലും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഷെയർഡ് മൂവ്മെന്റ്സ് അവർക്ക് കുറവായിട്ട് പലപ്പോഴും കാണുന്നുണ്ട്. ഒരുമിച്ചുള്ള ഓർമ്മകൾ ബന്ധത്തെ പോസിറ്റീവ് ആക്കുന്നു എന്നുള്ളത് വേറൊരു വശമുണ്ട്. അതായത് പല കാര്യങ്ങളുണ്ട്, അല്ലേ? പഴയ കാര്യങ്ങൾ, പഴയ നമ്മൾ ചെയ്ത വിക്രിയങ്ങൾ, തമാശകൾ, ഇത് വയസ്സായുള്ള ഓൾഡ് ഏജിലുള്ള ആളുകൾക്ക് എത്രത്തോളം വളരെയധികം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. പണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ ചെയ്ത വിഡ്ഢിത്തങ്ങൾ, രസകരമായത് അത് നമ്മൾ ആഖ്യാനം ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലൂടെ കൊണ്ടുവരിക, സംസാരിക്കുക. അതിന് കുറ്റം പറയരുത്, പണ്ട് നീ അങ്ങനെ ചെയ്തുകൊണ്ട് അത് ബന്ധത്തിന് വിള്ളൽ ഉണ്ടാക്കുക. അതിൽ നല്ല രസകരമായ ഓർമ്മകൾ പങ്കുവെക്കുക. അപ്പൊ ഈ ബന്ധത്തിന്റെ ഒരു ക്വാളിറ്റി ടൈമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ക്വാളിറ്റി ടൈം ഒന്നും ആർക്കും ഇല്ല.
ഇന്നൊരു ഒരു 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 ബന്ധത്തിലായാലും ഏത് സമയത്തായാലും ഇപ്പൊ നിങ്ങളിപ്പോ നമ്മളൊക്കെ ഒരു ക്വാളിറ്റി ടൈം നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ നമ്മളിരുന്ന് നമ്മളെ കുട്ടികളെ കേൾക്കാൻ, നമ്മളെ പാർട്ട്ണറെ കേൾക്കാൻ, നമ്മുടെ സുഹൃത്തുക്കളെ കേൾക്കാൻ ആർക്കും സമയമില്ല. ഇപ്പൊ യാന്ത്രികമായ ഒരു യുഗമാണ്, വളരെ തിരക്കേറിയ യുഗമാണ്, മണി മോട്ടീവാണ്. എന്തിനും നമ്മളെ പണാധിഷ്ഠിത സമൂഹമായതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഒരു ഷെയർഡ് മൂവ്മെന്റ്സിനെ പ്രാധാന്യം കൊടുക്കണം. അപ്പൊ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം ജീവിതത്തിൽ വളരെയധികം സന്തോഷമുണ്ടാക്കുന്നു എന്നതാണ് എനിക്ക് ഈ ഷെയർഡ് മൂവ്മെന്റ്സിനെ പറ്റി പറയാനും എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്ദി പറയാനുള്ള അത് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ വ്യത്യാസങ്ങളിൽ നിന്ന് നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെയല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധം പൂർണ്ണമാകുന്നത് എന്ന വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. വ്യത്യാസങ്ങൾ രണ്ടുപേരും ഒരുപോലെയല്ല, ഒരുപോലെയുള്ളതിൽ അക്സെപ്റ്റൻസ് ആണ്. അത് വ്യത്യാസങ്ങൾ ബാലൻസ് ആണ്, ഗ്രോത്ത് ആണ്, ലേണിംഗ് ആണ്. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടുപോയാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ആക്സെപ്റ്റ് മോർ, ബ്ലെയിം ലെസ്, അപ്രിസിയേറ്റ് മോർ, ആർഗ്യൂ ലെസ്. ഇതൊരു വലിയൊരു പാഠമാണ് നമ്മളെ സംബന്ധിച്ചോളം. സന്തോഷകരമായ ബന്ധത്തിന്റെ മൂലതന്ത്രമാണ് ഈ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ. അതായത് നമ്മൾ കൂടുതൽ എന്താ ചെയ്യേണ്ടത്, നമ്മളെ സംബന്ധിച്ചോളം ആക്സെപ്റ്റ് മോർ, അതുപോലെ ബ്ലെയിംലെസ്. നമ്മളെപ്പോഴും ബ്ലെയിമിംഗ് ആണ്, സെൽഫ് ബ്ലെയിമിംഗ് ഉണ്ടാവാം. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ചെയ്യുന്ന കാര്യം സെൽഫ് ബ്ലെയിമിങ്, ഒരുപാട് സെൽഫ് ബ്ലെയിമിങ്, അതുപോലെ തന്നെ പരസ്പരമായിട്ടുള്ള ബ്ലെയിമിങ്, ഇതൊക്കെ നമ്മൾ സാധാരണ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ കൂടുതൽ അപ്രീസിയേറ്റ് ചെയ്യണം. അപ്രീസിയേഷൻ ഒരു വലിയൊരു പ്രശ്നമാണ്. നമ്മൾ അപ്രീസിയേഷൻ വളരെ കുറഞ്ഞ രീതിയിലാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. ആർഗ്യുമെന്റ് ശത്രുക്കളെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഒരു രംഗത്ത്, നമ്മളെ സംഘടനാ രംഗത്തായാലും നമ്മുടെ ജീവിതത്തെ രംഗത്തായാലും ആർഗ്യുമെന്റ് ഒരിക്കലും ഒരു 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 നല്ല ശൈലിയല്ല. ആർഗ്യൂ ചെയ്ത ആർക്കും വിൻ ചെയ്യാൻ കഴിയില്ല. നമ്മൾ തൽക്കാലം വിൻ ചെയ്തുവെങ്കിലും നമ്മൾ ശാശ്വതമായ ഒരു ശത്രുവിനെ ഉണ്ടാക്കുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആണ് എനിക്ക് ഈ ഒരു ബന്ധങ്ങളിലെ പിന്നെ സന്തോഷകരമായ ബന്ധങ്ങളുടെ സീക്രട്ട് ടു ഹാപ്പിയർ റിലേഷൻഷിപ്സ് എന്നതിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ ചെറിയൊരു ടാക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, പക്ഷെ ഒരുപാട് കാര്യങ്ങളെ നമ്മളെ സംബന്ധിച്ചോളം ഈ ഒരു രീതിയിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നമുക്കിതിലെ കൂടുതൽ ഡിസ്കഷനിലേക്ക് പോവാം. ഇതൊരു വലിയ ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെയാണ് ചെറിയ രീതിയിൽ ഞാൻ അവതരിപ്പിച്ചത്. നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ഞാൻ കാണാറുണ്ട് ബന്ധങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അത് നമ്മൾ തന്നെയാണ്. ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നത് നമ്മളുടെ മനോഭാവമാണ്, നമ്മളുടെ രീതിയാണ്, നമ്മളുടെ ശീലങ്ങളാണ്. ആ ശീലങ്ങളെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. മാറ്റാൻ പറ്റാത്ത ഒന്നുമില്ല. നമ്മുടെ സ്വഭാവ രീതിയെ നമുക്ക് മാറ്റാം. മറ്റുള്ള ആളുകളെ മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാതിരിക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. മറ്റുള്ളവരെ എല്ലാം നമ്മൾ മാറ്റേണ്ടത് സ്വയമാണ്. നമ്മൾ മാറുന്നത്. നമ്മളിലുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മളുടെ നെഗറ്റിവിറ്റികൾ, നമ്മുടെ പ്രയാസങ്ങൾ, അതെല്ലാം മാറ്റാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ബന്ധവും നല്ല രീതിയിൽ പോകാൻ. എപ്പോഴും ഞാൻ ശരിയാണ്, എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ് ഞാനാണ് ശരി, മറ്റുള്ളവരൊക്കെ തെറ്റാണ്, ഞാൻ പറയുന്നത് മാത്രം ശരിയാണ്, ഞാൻ പറയുന്നത് എല്ലാവരും ശരിവെക്കണം. ഈ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബന്ധവും ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മൾ കുറേയൊക്കെ ലിബറലായിട്ട് അവർ പറയട്ടെ, അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ. അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ എന്തിനാ വിറയ്ക്കുന്നത്, ഞാൻ എന്തിനാ കോപിഷ്ഠനാവുന്നത്? നമ്മൾ വീട്ടിലൊരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പറയുമ്പോഴേക്ക് ഞാൻ എന്തിനാ എൻ്റെ ഈഗോ, ഞാൻ എപ്പോഴും പറയണ്ടേ, അയാളുടെ പ്രശ്നങ്ങൾ, അയാൾ ചൂടാവുന്നത് അയാളുടെ പ്രശ്നമാണ്, അത് ഞാൻ ഉള്ളിലേക്ക് എന്തിനാ എടുക്കുന്നത്? അവിടെയാണ് ചോദ്യം. ഒരാൾ നമ്മളെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും വഴക്ക് പറയുകയോ ചെയ്താൽ അത് അയാളുടെ ഒരു ഡീസൻസി കുറവ്, അയാളുടെ മാന്യത കുറവാണ്. അത് ഞാൻ എൻ്റെ ഉള്ളിലെടുത്തിട്ട് എനിക്ക് ദേഷ്യം പിടിക്കും. അപ്പൊ ഇന്നാളെ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ ചോദിച്ചു, സാറേ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആരെങ്കിലും എന്നോട് ചൂടായി വർത്താനം പറഞ്ഞു, ഞാൻ ഓഫീസിൽ പോകുമ്പോൾ അവിടുത്തെ കൗണ്ടറിലുള്ള ക്ലർക്ക് എന്നോട് ചൂടായി, ഞാൻ പ്രതികരിക്കാതെ തിരിച്ചു പോരണോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രതികരിക്കാതെ തിരിച്ചു പോരണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് പെരുമാറണമെന്നേ പറയുള്ളൂ. അയാൾ പറയട്ടെ, അയാൾ പറയുമ്പോൾ നിങ്ങൾ അയാളോട് പറയണം, നിങ്ങൾ ഗവൺമെന്റ് ഓഫീസിലെ സർവന്റ് ആണ്, എൻ്റെ കാര്യങ്ങൾ ഞങ്ങളെ പോലെയുള്ള
സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിങ്ങൾക്ക് ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുള്ള സെർവൻ്റ് ആണ്. അപ്പൊ അത് അയാളോട് നല്ല രീതിയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ആ സമയത്ത് അയാളെ തന്തൊക്കെ വിളിക്കുകയോ അയാളെ കച്ചറുണ്ടാക്കി അടിക്കാൻ പോവുകയൊക്കെ ചെയ്താലാണ് നമ്മൾ ആ ബാലൻസ് തെറ്റുന്നത്. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള സമീപനം നമ്മളെ ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യം വഴക്ക് പറയണം ഒക്കെ ചെയ്യണം. പക്ഷെ ആ സാധനം ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ ആലോചിക്കും. അപ്പൊ നമ്മൾ വേറൊരു സ്വഭാവം ഉണ്ട്, നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിലും അതും പ്രശ്നം തന്നെയാണ്. നമ്മളെ ഒരാളോട് ദേഷ്യം പിടിച്ച് അവർ പറഞ്ഞ അനീതി കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ വീട്ടിൽ പോയപ്പോൾ നമ്മളെ മനസ്സിന് വിഷമം ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയോടോ കുട്ടിയോടോ പറയുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എന്ത് മനുഷ്യനാണ്, നിങ്ങളൊന്ന് രണ്ട് വർത്തമാനം പറയണ്ടേന്ന് ചോദിക്കും. അപ്പൊ വർത്തമാനം പറയുന്ന രീതി അത് മിതമായ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. ബാലൻസ്ഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റുക. ഇത് തന്നെയാണ് എല്ലാ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ആർഗ്യൂ ലെസ് എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് എനിക്ക് പറയാനുണ്ട്. ഇത്രയും നേരം ഈ ഒരു പ്രഭാഷണം കേട്ടതിൽ എന്നോട് സഹകരിച്ചതിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ ഇതിന് ഡിസ്കഷനിലാവുമ്പോൾ ഞാൻ കൂടുതൽ ഇടപെട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നമ്മളുടെ കുടുംബജീവിതത്തിലാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും സന്തോഷകരമായ ജീവിതാനുഭവം ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വളരെ മനോഹരമായ ഒത്തിരി പോയിന്റുകൾ പറഞ്ഞു. പ്രത്യേകിച്ച് സാറ് തുടക്കത്തിലെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന 3 ഘടകങ്ങൾ എന്ന് പറഞ്ഞ ദേഷ്യവും അവഗണനയും നിരന്തരമായ വിമർശനവുമാണ്. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ അതിനെ ഓവർകം ചെയ്ത് നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് എത്താൻ നമുക്ക് ട്രസ്റ്റും ലവും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വളരെ ഗുണം പറഞ്ഞു. ഒത്തിരി ചെറിയ ചെറിയ പോയിന്റുകൾ സാർ പറഞ്ഞു. ഒന്ന്, ഒരു ഓപ്പൺനെസ്സിനെ കുറിച്ച് പറഞ്ഞു. എപ്പോഴും ഓപ്പൺ ആകുക, നല്ല അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവ വിശേഷം നമുക്കുണ്ടാകുക. ആർഗ്യുമെൻറ്റ്, ജഡ്ജ്മെൻറ്റ്സ് ഇതൊക്കെ മാറ്റിവെക്കുക. പുതിയ അനുഭവങ്ങളെ നമ്മളിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാകുക. വ്യത്യാസങ്ങൾ കണ്ടെത്തുക, അതിനെ അംഗീകരിക്കുക. പോലെ വ്യത്യസ്തമായി പെരുമാറാൻ സഹായിക്കുക. ചെറിയ കാര്യത്തിനെ പോലും അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ്. അപ്പോൾ വലിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെ സാറ് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയയാണ് ഷെയർഡ് മൂമെൻറ്റ്സ്. ഒരു ബന്ധം, റിലേഷൻഷിപ്പ് ബെറ്റർ ആണെങ്കിൽ ഷെയർഡ് മൂമെൻറ്റ്സ് ഉണ്ടാകണം. ആഘോഷങ്ങൾ, ടൂറുകൾ, ക്വാളിറ്റി ടൈം, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതിലൂടെ കണ്ടെത്തുക. നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു മനസ്സ്, പരസ്പര പൂരകത്വത്തിൻ്റെ സാധ്യതകളെല്ലാം കൃത്യമായിട്ടുണ്ടാക്കുക. സാർ പറഞ്ഞു അക്സെപ്റ്റ് മോർ, ബ്ലെയിം ലെസ്. അപ്പോൾ ഇങ്ങനെ കുടുംബജീവിതവും അല്ലെങ്കിൽ സാമൂഹിക ജീവിതവും ഒക്കെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന മനോഹരമായ ഒരു തത്വങ്ങളാണ് സാറിലൂടെ നമ്മൾ കേട്ടത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഔദ്യോഗികമായി നമുക്ക് നന്ദി പറയാൻ ബാബു സാർ ഉണ്ടോ? സാറേ പറഞ്ഞോട്ടെ. സാറേ കേൾക്കാം? ഓക്കെ. നമ്മുടെ PCTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മനോഹർ ലാൽ സാറാണ് ഇന്ന് നമുക്ക് ക്ലാസ് നയിച്ചത്. എനിക്ക് തോന്നുന്നത് സാറിനോട് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ, കാരണം ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ സാറിനോട് ഈ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. പക്ഷേ ആ ചെറിയൊരു സമയം കൊണ്ടാണെങ്കിൽ പോലും സാർ വളരെ വിദഗ്ധമായിട്ട് ഈ ക്ലാസ് നയിച്ചു. ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ പുലർത്താം, ആ കുടുംബ ബന്ധങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ആ വിള്ളല് മാറ്റിയെടുക്കാനായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അപ്രിസിയേഷൻ, കുടുംബ ബഡ്ജറ്റ്, ആഘോഷങ്ങളൊക്കെ ഒരുമിച്ചാക്കാം, അതുപോലെ തന്നെ ഷെയർഡ് മൊമെന്റ്സ്, ഒരുമിച്ചുള്ള യാത്രകൾ, തമാശകൾ, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാറ് അവതരിപ്പിച്ചു. റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിരിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ തന്നെയാണ്. ആ കുടുംബ ബന്ധത്തില് വിള്ളലുകൾ ഒത്തിരി ഉണ്ടാകുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം കൂടിയാണ്. അപ്പോ ഈ കുടുംബ ബന്ധങ്ങൾ
ഏറ്റവും സൗഹൃദപരമായി. കാരണം ഈ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും ഊഷ്മളമാണെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ, നമ്മുടെ മനോഭാവം ഏറ്റവും നന്നായ രീതിയിലായിരിക്കണം. നമ്മുടെ മനോഭാവം ശരിയാകുമ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളുമൊക്കെ അതിനനുസൃതമായി രൂപപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ഏറ്റവും മനോഹരമായി സാറ് അവതരിപ്പിച്ചു. ഒത്തിരിയും പ്രയോജനപ്രദമായിരുന്നു. ഡോക്ടർ മനോഹർലാൽ സാറിന് ഞങ്ങളുടെ PCTA സംസ്ഥാന പ്രസിഡന്റിന് കോട്ടയം ജില്ലയുടെ പേരിലുള്ളതായ എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സാർ. ബാബു സാർ കോട്ടയത്തിൻ്റെ പ്രസിഡൻ്റാണ്, കോട്ടയം PCTA പ്രസിഡൻ്റാണ്. സോ ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. പോൾ പടയടി ഇങ്ങോട്ട്. Good evening. Manohar sir, actually Dr. Manohar ആക്ച്വലി രഹസ്യങ്ങളാണ് പറഞ്ഞത്. വാസ്തവത്തില് മനുഷ്യ ജീവിതത്തില് ഇത്രയധികം സീക്രട്ടുകൾ മനസ്സിലാക്കി വെച്ചും കൊണ്ട് നമ്മുടെ മുമ്പിൽ അത് വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിയതിന് വളരെയധികം നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. സാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് വളരെ രസകരമായി തോന്നിയത് പങ്കാളിയുടെ ചിന്ത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. കാരണം ഞാൻ ചിന്തിക്കുന്നത് പോലെ അല്ല മറ്റൊരു വ്യക്തി ചിന്തിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കലാണ് നമുക്ക് എപ്പോഴും ബന്ധങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇട നൽകുന്നത്. അതുപോലെ തന്നെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്ന രീതിയിൽ നമ്മുടെ സ്വഭാവവിശേഷങ്ങൾക്ക് മാറ്റം വരുത്തുകയാണ് വേണ്ടത്. അതേസമയം നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശീലിച്ചിട്ടുള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങളിലുള്ള സ്വഭാവങ്ങളാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഒരാൾ നമ്മളോട് ബന്ധത്തിൽ വഴക്ക് പറഞ്ഞാൽ തിരിച്ച് വഴക്ക് പറയാനേ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. അതായത് പണ്ട് പോലെ ശീലിച്ചിട്ടുള്ള ശീലം അതാണ്. അപ്പോൾ സാറ് പറഞ്ഞാൽ അത് വളരെ രസകരമായ കാര്യം തന്നെയാണ്. നമ്മൾ മറ്റുള്ളവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും, ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് മുന്നോട്ട് പോകും. അതായത് സാറ് പറഞ്ഞത് രണ്ട് ശരികൾ തമ്മിലാണ് എപ്പോഴും വഴക്കുണ്ടാകുന്നത്, അടിയുണ്ടാകുന്നത്, യുദ്ധം ഉണ്ടാകുന്നത്. അല്ലാതെ ശരിയും തെറ്റും തമ്മിലല്ല യുദ്ധങ്ങൾ നടക്കുന്നത്. അപ്പോൾ രണ്ടുപേരും അങ്ങ് പരസ്പരം മനസ്സിലാക്കി എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന അവസരത്തിൽ ബന്ധങ്ങൾക്ക് ഊഷ്മളത വരും. താങ്ക് യു സാർ, വളരെ നന്നായിരുന്നു സാറിൻ്റെ പ്രസന്റേഷൻ. താങ്ക് യു സാർ. ഈ കുടുംബ ബന്ധങ്ങളിലെ മൈൻഡ്ഫുൾനെസ്സിന്റെ സാറൊരു മൈൻഡ്ഫുൾനെസ് എക്സ്പേർട്ടാണല്ലോ, അതും കൂടി ഒന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മൾ കുടുംബ ബന്ധങ്ങൾ വാസ്തവത്തില് ആയിരിക്കുമ്പോൾ മനോഹർലാൽ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു, യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ച് യഥാർത്ഥത്തിലേക്ക് തിരിച്ചു വരികയാണ്. യഥാർത്ഥ ബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മുമ്പിൽ എന്താണ് പ്രശ്നം ഉണ്ടായെന്നുള്ളത് മനസ്സിലാക്കി അതിനെ ഓടിപ്പോകാതെ അതിനെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടതെന്ന് മനോഹർലാൽ സൂചിപ്പിക്കേണ്ടായി. അതാണ് ആ മൈൻഡ്ഫുൾനെസ്സിന്റെ വ്യക്തമായ ഒരു രൂപം. താങ്ക് യു സാർ. അമർജ്യോതി മാം കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യണേ. ആർക്കെങ്കിലും പെട്ടെന്ന് പോകാനുണ്ടെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വരണം. അമർജ്യോതി മാം അൺമ്യൂട്ട് ചെയ്യും. മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ കുറച്ച് പേരെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പറയണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്താൽ മതി, ഞാൻ വിളിച്ചോളാം. അമർജ്യോതി മാം പറഞ്ഞു. Yes. First of all, thank you, sir. Thank you, Sabu, sir. Thank you, Manoharlal, sir. സാറിന്റെ സെഷൻ വളരെ നല്ല സെഷൻ ആയിരുന്നു. അതായത് ഞാനൊരു സൈക്കോളജിസ്റ്റിന്റെ സ്റ്റോറി ഓട്ടോബയോഗ്രഫി വായിച്ചിരുന്നു. അതിൽ സാറ് പറഞ്ഞിരുന്നു, സാറ് ഭയങ്കര സൈക്കോളജിസ്റ്റ് ആണ്, പക്ഷെ സാറിന്റെ വീട്ടിൽ എന്നും അടിയാണ് സാറിന്റെ ഭാര്യയായിട്ട്. സംഭവം എന്താണെങ്കിലും സാറ് ജീവിച്ചത് വളരെ നല്ല ഹൈഫൈ ആയിട്ടാണ് ജീവിച്ചത്.
ഭാര്യ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നിലായിട്ടുണ്ട്. അത് അച്ഛനാണ്. അച്ഛൻ പെട്ടെന്ന് മരിച്ചതുകൊണ്ട് അമ്മയാണ് പിന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. അപ്പം പൈസ കുറവായതുകൊണ്ട് എന്ത് സാധനം റിപ്പയർ ചെയ്യണം. സാറിനാണെങ്കിൽ ഒരു സാധനം കേടായി അപ്പം അത് മാറ്റി പുതിയത് വാങ്ങിക്കണം. അപ്പൊ ഇവർ തമ്മിൽ അടി ഉണ്ടാവുന്നത്. അപ്പൊ സാർ ഇങ്ങനെ ആലോചിച്ച, അപ്പൊ സാറ് ഒരു ലൈബ്രറിയിൽ പോയി ഒരു ബുക്ക് വായിച്ച്. ആ ബുക്ക് വായിച്ചപ്പോൾ അതിൽ സാറ് കിട്ടിയ പോയിന്റ് എന്താണ്, ടേക്ക് ടൈം ടു റിയാക്ട്. ആ ഒരു പോയിന്റ് അതിനെപ്പറ്റി അയാൾ ബുക്ക് എഴുതി അദ്ദേഹം പറയുന്നത് ആ ഒരു പോയിന്റാണ് അയാളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയി മാറിയത്. അന്നു മുതല് അദ്ദേഹം അനലൈസ് ചെയ്യാൻ തുടങ്ങി. ഭാര്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കി അത് ആക്സെപ്റ്റ് ചെയ്തതോടുകൂടി അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു. അതുപോലെ ശരിക്കും അതാണ് നമ്മൾ പെട്ടെന്ന് കാള പെട്ടെന്ന് കേട്ട് കയറെടുക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ എപ്പോഴും കല്യാണത്തെ പറ്റി പറഞ്ഞ ഓഫ് ഷുഡ് മാരി എന്നുള്ള പോളിസി, അത് ശരിക്കും സാറ് പറഞ്ഞാൽ ശരിയാണ്. ഓഫ് ഷുഡ് മാരി ശരിക്കും ഒരേ മാതിരിയുള്ള ഒരേ കരിയറുള്ള ആൾക്കാർ അന്നേരം ബോറിംഗ് ആയിരിക്കും. ഇത് വളരെ നല്ല പോയിന്റ് ആണ് അത്. പിന്നെ ഈ ക്രിട്ടിസൈസിങ് ആർക്കും ഇഷ്ടമല്ല. ഏറ്റവും ഒരു മനുഷ്യന്റെ ശരിക്കും ബേസിക് നേച്ചർ എല്ലാവരും വി ആർ ഓൾ സെൽഫ് സെന്റേർഡ്. എന്ത് ഋഷിയൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാവരും വി ആർ ഓൾ സെൽഫ് സെന്റേർഡ്. വി ലവ് അവർ സെൽസ് ബെറ്റർ ദാൻ എനിബഡി എൽസ് ഇൻ ദിസ് വേൾഡ്. അപ്പൊ നമ്മൾ ആരെങ്കിലും നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആര് സംസാരിച്ചാൽ നമുക്കത് സഹിക്കില്ല. അത് കറക്റ്റ്. അപ്പൊ നമ്മൾ ഓരോരുത്തരോടും പെരുമാറുന്ന ഭാര്യയല്ലേ ടേക്ക് ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ടാണ് പലരും സംസാരിക്കുന്നത്. അപ്പൊ ആണ് ഭാര്യ ചൂടാവുന്നത്. പിന്നെ ഹ്യൂമൻ ബീങ് ഇസ് എ സോഷ്യൽ ആനിമൽ. അതൊക്കെ നമ്മളെ മനസ്സിലുണ്ടായിരിക്കുക. സോഷ്യൽ ചിലരാണ് കല്യാണം കഴിച്ചാൽ ഭയങ്കര പൊസസീവ് ആവും. അപ്പോൾ കറക്റ്റ് അവർക്ക് എന്തുണ്ടെങ്കിലും അവർക്ക് നല്ല രീതിയിലുള്ള ജീവിതം പറ്റില്ല. ഇത് സോഷ്യൽ ആവുമ്പോഴാണ് നമ്മൾ മനുഷ്യൻ ശരിക്ക് നല്ലൊരു മനുഷ്യനാവാൻ പറ്റുള്ളൂ. പിന്നെ വി ഓൾ നീഡ് ഫ്രീഡം. അത് ബേസിക് നേച്ചറാണ് മനുഷ്യന്റെ. അത് നമ്മൾ ശരിക്ക് പാർട്ട്ണറോട് ഇടപെടുമ്പോൾ ആ ഫ്രീഡം, ആ സ്പേസ് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. പിന്നെ റെക്കഗ്നീഷൻ. ഈ റെക്കഗ്നീഷൻ വീട്ടിലുള്ള ആൾക്കാർക്ക് ടേക്ക് ഫോർ ഗ്രാൻഡഡ്. സാറ് പറഞ്ഞാല് എങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാലും വീട്ടിലുള്ള ആൾക്കാർക്ക് നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാവില്ല. ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പിറ്റേ ദിവസം അതിനേക്കാൾ നന്നായിട്ട് ഉണ്ടാക്കും. അത് അവര് ചിന്തിക്കുന്നില്ല. പിന്നെ എന്താണ്, പിന്നെ ലവ്. വി ഓൾ നീഡ് ലവ്. ഈ 5 ബേസിക് സാധനങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഹാപ്പി ആവും. പക്ഷെ ഇത് കിട്ടിയത് ചിലർക്ക് കൂടുതലായിരിക്കും ആവശ്യം ഉണ്ടാവുക. ആ രീതിയിൽ അവർക്ക് കൊടുക്കാൻ ആ പാർട്ട്ണർക്ക് സാധിക്കുകയാണെങ്കിൽ their life will be very beautiful. ഇത്രയൊക്കെയാണ് സാറേ എനിക്ക് പറയാനുള്ളത്. മാഡം പറഞ്ഞപ്പോൾ ഞാൻ സാറ് ചോദിച്ചത് മൈൻഡ്ഫുൾനെസ് ഇൻ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാലേ, നമ്മളെ സംബന്ധിച്ചോളം പല ദമ്പതികളും സംസാരിക്കുമ്പോൾ മനസ്സ് വേറെ എവിടെയെങ്കിലും അവിടെ ഒരു വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ TV, മൊബൈല്, മറ്റുള്ള കാര്യങ്ങളൊക്കെ, അതാണ് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ഇരിക്കുന്നില്ല. നമ്മുടെ ഈ നിമിഷത്തില് ശ്രദ്ധാപൂർണത ആണല്ലോ മൈൻഡ്ഫുൾനെസ് എന്നല്ലേ, അതില്ല നമുക്ക്. അതില്ല. പറയുമ്പം തന്നെ ജഡ്ജ്മെന്റ് ആവുക. നമ്മൾ ഒരാള് പാർട്ട്ണറോട് പറയുമ്പോ ആ ലിസണിങ് ക്ഷമ ഉണ്ടാവണം. അവരെന്തായിക്കോട്ടെ, വോട്ടെവർ ഇറ്റ് ഈസ്, ലെറ്റ് ദം ടെൽ. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയാണെങ്കിൽ വളരെ രസകരമായി. ഇത് അത് കേൾക്കുന്ന നമ്മുടെ ക്രിട്ടിസൈസ് ചെയ്യാം. അപ്പാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് അപ്പൊ കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്രേക്ക് ആവും. അതായത് നമ്മളെന്താ വെച്ചാല് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ക്ഷമ കാണിക്കാതിരിക്കുക. നമുക്കൊരു വേറൊരു കാര്യമുണ്ട്, റെസ്പോണ്ട് നോട്ട് റിയാക്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വരണം എന്നാണ് പറയുന്നത്. കാരണം കോപം, നമുക്ക് ദേഷ്യം, മനോവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ വരുമ്പോൾ മൈൻഡ്ഫുൾ ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ഈ മൈൻഡ്ഫുൾനെസ് പഠിക്കുമ്പോൾ ഞാൻ റിസർച്ച് ചെയ്ത ആളാണ്. അപ്പോൾ അതിൽ പറയുന്നത് നമ്മളെന്തായാലും ഉടൻ പ്രതികരിക്കാതെ ഒരു നിമിഷം എടുക്കുക. അതായത് ഒരു 3 സെക്കൻഡ് നമ്മൾ ബ്രേക്ക് എടുക്കുക. അത് അങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ വികാരം നിയന്ത്രിച്ചതിന് ശേഷം സംസാരിക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഞാൻ പലപ്പോഴും പറയണ്ടെങ്കിൽ, കോപം വരുമ്പോൾ നിങ്ങൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കോപം പിടിക്കുക, ദേഷ്യം പിടിക്കാന്ന് വിചാരിച്ചൊന്ന് മാറി നിന്ന് നോക്കൂ. നിങ്ങൾ ആദ്യം ആറി തണുത്തു പോകും. അവിടെയാണ് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മളെ ജീവിക്കാൻ. അപ്പൊ നമ്മളതുപോലെ തന്നെ ഇമോഷൻസിനെ നമ്മൾ അവെയർ ആവാം. അവെയർനെസ് ഒരു വലിയ കാര്യമാണ്. നമ്മൾ ഇമോഷൻസിനെ നമ്മൾ അവെയർ ചെയ്യുന്നില്ല.
നമ്മൾ അവെയർ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കോപത്തിലേക്കും മറ്റുള്ള കാര്യത്തിലേക്കും പോകുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒന്ന് അനുഭവിക്കുന്നത്, നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ആ കോപത്തിനെ നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പൊ ആ അനുഭവം എന്താണെന്നുള്ളത് നമ്മളത് തിരിച്ചറിഞ്ഞാല് അവിടെ നിൽക്കും നമ്മളെ പരിപാടി. നമ്മളത് ചെയ്യില്ല, നമ്മളിത് ഇരട്ടിയാക്കുന്ന പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിൽ ഒരു മൈൻഡ്ഫുൾ പറഞ്ഞ 5 minutes സിറ്റിംഗ് ടുഗദർ ഉണ്ട്. അതായത് പിന്നെ ഈവനിങ് ഗ്രാറ്റിറ്റ്യൂഡ് ഷെയറിങ് മൈൻഡ്ഫുൾനെസ്സിൽ നമ്മൾ പറയുന്നത്. വൈകുന്നേരത്തെ ഇതുനേരം ഗ്രാറ്റിറ്റ്യൂഡ് ഷെയറിങ്, ഇതൊക്കെ നമ്മൾ ഐഡിയലായിട്ട് നമുക്ക് ആർക്കെ ചെയ്യാൻ കഴിയാന്നുള്ളത് ചോദിച്ചാൽ പ്രയാസമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും അതിനോട് വിമുഖത കാണിക്കരുത്. എന്തെന്നാ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നോളേ. മൈൻഡ്ഫുൾ വാക്ക്, നടക്കുമ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിച്ചും കൊണ്ട് നടക്കുക. നമ്മളെ കാൽപാദങ്ങളെ നിലത്ത് പതിയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഭക്ഷണം, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് കഴിക്കുക. നമ്മൾ ആ ഭക്ഷണത്തിലെ രുചി നമ്മളെ അനുഭവിച്ചുകൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങളെ അനുഭവിച്ചുകൊണ്ട് നിൽക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മളൊരു വാദം, ഞാൻ പറഞ്ഞില്ലേ, ഒരു ആർഗ്യുമെന്റ് തുടങ്ങാൻ പോകുമ്പോൾ ഒരു മൂന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്കൊരു ആർഗ്യുമെന്റിൽ നിങ്ങൾ പോവാണ്, ഒരു കോപം കൊണ്ട് വരികയാണെങ്കിൽ ഒരു 3 ഡീപ്പ് ബ്രീത്ത് നിങ്ങൾ എടുത്തു നോക്കൂ, പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളെ തമ്മിലുള്ള ആ ദേഷ്യം അവിടെ തണുക്കും. ഇതൊക്കെ നമ്മളെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാനേ പലപ്പോഴും ചെയ്യാറുണ്ട്. കാരണം ചൂടാവുമ്പോൾ ഒന്ന് ബ്രീത്ത് ചെയ്ത് കുറച്ചൊന്ന് തണുപ്പിച്ച് പിന്നെ അതങ്ങനെ പോയി ആരി തണുത്ത് പോയത് എനിക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പൊ പാർട്ണർ നേരത്തെ പറഞ്ഞ മൈൻഡ്ഫുൾ ഹിയറിങ് ഒരു പ്രശ്നമാണ്. ഇന്ററപ്റ്റ് ചെയ്യാതെ പറയാ. അപ്പൊ നമ്മളൊരാൾ പറയുമ്പോൾ നമുക്ക് ക്ഷമ ഉണ്ടാവില്ല. നമ്മളയാൾ പറയുന്നത് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ജഡ്ജ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇതൊക്കെ നമ്മളെ റിലേഷൻഷിപ്പ് സ്പോയിൽ. അപ്പൊ മൈൻഡ്ഫുൾനെസ് ഇൻ റിലേഷൻഷിപ്പ് ഉണ്ട്. അത് വേണമെങ്കിൽ ഇനിയൊരു രസകരമായ ഒരു ക്ലാസ് എടുക്കാനുള്ള സബ്ജക്റ്റ് ആണ് അത്. ശരി, ഓക്കെ, താങ്ക് യു. തീർച്ചയായും സാർ. ഓക്കെ, റോയ് സാർ. റോയ് സാർ അൺമ്യൂട്ട് ചെയ്യണേ, കേൾക്കുന്നില്ല. ഡോക്ടർ മനോഹർലാൽ സാറിൻ്റെ ക്ലാസ് നമുക്കെല്ലാം അറിയാവുന്ന വിഷയമാണെങ്കിലും അത് സാറൊന്ന് പ്രസൻറ്റ് ചെയ്തപ്പോൾ കുറേയും കൂടി സന്തോഷകരമായിരിക്കും. കാരണം നമ്മുടെ ലക്ഷ്യം സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് എക്സാമ്പിൾസ് ആയിരുന്നു സാർ പറഞ്ഞു. ഏതായാലും സാറിൻ്റെ ഈ ക്ലാസ് കുടുംബ ബന്ധങ്ങളിലും ഒക്കെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന വിഷയങ്ങളാണ്. സാർ അത് എക്സാമ്പിൾ സഹിതം പറഞ്ഞു. അതായത് ഷെയർഡ് മൂമെൻറ്റ്സ് ഇത് വളരെ കുറവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് സാർ പറഞ്ഞത് വളരെ അപ്രീഷ്യബിളാണ്. പിന്നെ എന്ത് വേണ്ടു, ഈ സാർ പറഞ്ഞതിൽ ആക്സെപ്റ്റ് മോർ, ബ്ലെയിം ലെസ്, അപ്രീസിയേഷൻ, അവോയ്ഡ് ആർഗ്യുമെന്റ് ആൻഡ് ബാലൻസായി പ്രതികരിക്കുക എന്ന്. കാരണം ബാലൻസായി പ്രതികരിക്കാൻ നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് എമോഷണലി നമ്മളിത് വരും. പിന്നെ അതുപോലെ തന്നെ സാർ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് വ്യക്തമായി കേൾക്കാതെ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങുന്നത്. ഒത്തിരി വിഷയങ്ങളുണ്ടാകും. ഇതൊക്കെ സാധാരണ കോമൺ ലൈഫിൽ ആൾക്കാർ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്ന് ശ്രദ്ധയിൽ വരുന്നതിന് സാറിൻ്റെ ക്ലാസ് വളരെയധികം പ്രയോജനപ്രദമായി. ഇത് സാറുമായിട്ട് ഉള്ള കൂടുതൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ സാർ ഉണ്ടാക്കി തന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. വിജയരാമൻ സാർ. ഓക്കെ, എന്നെ കേൾക്കുന്നുണ്ടോ? ക്ലിയർ. മനോഹർലാൽ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയത് കേരളത്തിന്റെ പ്രിയങ്കരനായ സിനിമാ നടൻ മമ്മൂട്ടി. കേരളത്തിന്റെ തന്നെ മാതൃക മനുഷ്യരിൽ ഒരാളായ മാർ ക്രിസോസ്റ്റം തിരുമോനിയോട് അദ്ദേഹത്തെ ഉത്തരം മുട്ടിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം വ്യത്യാസങ്ങളുള്ള 2 പ്രതിഭാസങ്ങളാണ് പുരുഷനും സ്ത്രീയും. ഈ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്നാണ് മറ്റ് ബന്ധങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോ എങ്ങനെയാണ് തിരുവേനി ഈ ബന്ധങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുക എന്നാണ് തിരുവേനിയോട് ചോദിച്ചത് മമ്മൂട്ടി. തിരുമേനി തൽക്കാലം മേലേക്ക് നോക്കിയതായാലും ഉത്തരമൊന്നും പറഞ്ഞില്ല.
അപ്പൊ മനോഹർ സാർ പറഞ്ഞത് എന്തുകൊണ്ട് തിരുമേനി എല്ലാത്തിനും ഉത്തരമുള്ള ആളാണ് തിരുമേനിക്ക്. അതുപോലെ വളരെ സരസമായ ഉത്തരം പറയുന്നതാണ് തിരുമേനി. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്, ഒന്നും പറയാനില്ല. അത്രയധികം വ്യത്യാസങ്ങൾ പുരുഷനും സ്ത്രീയും തമ്മിലുണ്ട്. എങ്കിലും ആ വ്യത്യാസങ്ങൾക്കിടയിലും ബന്ധങ്ങള് സുരക്ഷിതമായിട്ട് മുന്നോട്ട് അതാണ് മനുഷ്യബന്ധങ്ങള്. അതൊരു സത്യം. അപ്പോ സാറ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ചിലതെല്ലാം അൺലേൺ ചെയ്യേണ്ടതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് അൺലേൺ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശയവിനിമയം ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലേ നന്നാക്കേണ്ടത്. ആശയവിനിമയത്തിൽ നമ്മൾ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു 2 കൈകളും കൂടി കൂട്ടി അടിക്കരുതെന്ന്. അത് അൺലേൺ ചെയ്യേണ്ട കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ വേറെ മാർക്ക് സെസ്റ്റൻ തിരുമേനിയോട് മമ്മൂട്ടി പറഞ്ഞ ഇത് വെച്ച് നോക്കുമ്പോ ഇത്രയധികം വ്യത്യാസമുള്ള 2 പ്രതിഭാസങ്ങൾ തമ്മിൽ എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുമ്പോ എന്തായാലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ 2 കൈയും കൂടി കൂട്ടി അടിക്കരുത് എന്ന പറഞ്ഞ കാര്യം അൺലൈൻ ചെയ്തില്ലെങ്കിൽ ഒരു ബന്ധവും നേരെയാവില്ല. കാരണം ഈ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്തിട്ടേ ബന്ധങ്ങൾ നന്നാക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കാത്ത അപ്പോ ആ ഒരു അൺലേണിങ് അവിടെ അത്യാവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ അൺലേണിങ് എന്ന് പറഞ്ഞാൽ ഈ ഇന്റിമസി, അടുപ്പം, അതാണല്ലോ മറ്റൊരു പ്രശ്നം. കോൺഫ്ലിക്റ്റിന്റെ കാര്യത്തിൽ അല്ല, ഈ ആശയവിനിമയത്തെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോ ഇങ്ങനെ പറഞ്ഞു, ഈ കോൺഫ്ലിക്റ്റ് വന്നു, പ്രശ്നം വന്നു, 2 കൈ കൂട്ടി അടിക്കരുത്. അതായത് കോൺഫ്ലിക്റ്റിനെ നമ്മൾ നിശബ്ദമായിട്ട് സഹിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ ആശയവിനിമയം ഇല്ലാതാവാണ്. അത് സാറ് പറഞ്ഞാലേ, സാറ് അത് സൂചിപ്പിച്ചു. അതങ്ങ് കയറി പോയിട്ട് പരസ്പരം സംസാരിക്കാത്ത അവസ്ഥ വരും. അവിടെ മെരിറ്റൽ റിലേഷൻഷിപ്പും പോകും. അപ്പോ അതും അൺലൈൻ ചെയ്യേണ്ട വിഷയമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പം, ഭാര്യാഭർത്തക്കാരന്മാർ അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളിലുള്ള ഈ അടുപ്പം, ഇന്റിമസി, ഇത് വർദ്ധിപ്പിക്കലും കൂടിയാണ്. അതിലും അൺലൈൻ ചെയ്യേണ്ട ഒരു വിഷയമാണ് നമുക്കുണ്ട്. നമ്മൾക്കുള്ള പൊതുവെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുപ്പം തന്നെ ഉണ്ടാവണമെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചേക്കണത്. പക്ഷെ നമ്മള് അൺലൈൻ ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ബോധപൂർവമുള്ള പരിശ്രമം വഴി മാത്രമേ ഇന്റിമസി അല്ലെങ്കിൽ ബന്ധങ്ങൾ തമ്മിലുള്ള അടുപ്പം വളർത്താൻ പറ്റുള്ളൂ എന്നുള്ളതും കൂടി നമ്മൾ അൺലൈൻ ചെയ്യേണ്ട വിഷയമാണ്. സത്യത്തിൽ നമ്മൾ അത്രയും തെറ്റിദ്ധാരണയിലാണ് എല്ലാവരും ജീവിക്കുന്നതെന്നാണ്. ഞാനിപ്പോ ഈ മെരിറ്റൽ തെറാപ്പിയാണ് ഞാൻ പഠിച്ചത്, ഈ ഫാമിലി തെറാപ്പിയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഇതായിട്ട് വെച്ചത്. അത് വെച്ച് നോക്കുമ്പോ, ഇത് പഠിച്ചു നോക്കുമ്പോ നമ്മളെല്ലാം തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നതെന്നാണ് ഇനി ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നമുക്ക് അപ്രോച്ച് ഒട്ടുമില്ല. എന്റെ പ്രശ്നം, എന്നെ അവൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവളെ എന്നെ മനസ്സിലാക്കി, നാം പരസ്പരം മനസ്സിലാക്കുന്ന അപ്രോച്ച് എവിടെയും കാണാറില്ല. എന്റെ വിവാഹ ബന്ധത്തിനെ മുന്നോട്ട് പോയി ചിന്തിച്ചപ്പോ അതുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു വിഷയം എനിക്ക് മനസ്സിലാക്കിയ വെച്ചിട്ടുണ്ടെങ്കിൽ, വിവാഹബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാള് മറ്റാളെ മാറ്റാനല്ല. അതായത് നമുക്ക് പൊതുവെ നമ്മൾ അൺലൈൻ ചെയ്യേണ്ട വേറൊരു ധാരണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ധാരണ അല്ലല്ലോ, തെറ്റിദ്ധാരണ. അതെ, വിവാഹം പക്വതയിലെത്തിയാൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട് നമുക്ക്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ മാറിക്കോളും മനുഷ്യൻ. അപ്പൊ മാറാൻ വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ഇത് തിരുത്തേണ്ട ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്. ഈ ചിന്തയിൽ വെച്ച് നമ്മൾ ബന്ധങ്ങളെ സമീപിക്കുമ്പോൾ എല്ലാ ബന്ധങ്ങളും തകരാറാവാണ്. ഒരാൾക്കും മറ്റൊരാളെ മാറ്റാൻ കഴിയില്ല. ഒരാൾ മാറിയിട്ട് ആ ബന്ധം സമയം കൂടുതൽ എടുക്കുന്നത് എനിക്കറിയില്ല. അപ്പൊ ഇതും അൺലൈൻ ചെയ്യേണ്ട വിഷയമാണ്. ലാസ്റ്റിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തട്ടെ സാറേ. അതായത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ല ടോള് ട്രാൻസാക്ഷൻ അനാലിസിസ് ആണ്. പോൾ സാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈയിടെ BTA പാസ്സായതുകൊണ്ടല്ല ഈ പറയുന്നത്. വളരെ വ്യക്തമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ട്രാൻസാക്ഷണൽ അനാലിസിസിൽ കവിഞ്ഞ് മറ്റൊരു ടൂള് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് അടക്കം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സാർ. വളരെ നല്ല ക്ലാസ് ആയി. വളരെ നല്ല ഒരു ഇൻസ്പിറേഷൻ, നല്ലൊരു ക്ലാസ്. ഓക്കെ, രാജു സാർ, കുഞ്ഞായി മാസ്റ്റർ റെഡിയാണ്. രാജു സാർ പറഞ്ഞു. താങ്ക് യു സാബു സാർ. ബന്ധങ്ങളിൽ എങ്ങനെ കൂടുതൽ സന്തോഷം ഉണ്ടാക്കാം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി 25 വർഷം നടത്തിയതായിട്ടുള്ള
റിസർച്ചിലെ മനുഷ്യൻ തമ്മിലുള്ളതായിട്ടുള്ള മനുഷ്യന് സന്തോഷം ഉണ്ടാക്കുന്നത് റിലേഷൻഷിപ്പിലാണ്. എന്നാൽ അതിൽ ഏറ്റവും മഹത്തായ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധമാണ്, അതായത് ദാമ്പത്യ ബന്ധമാണ്. അതെങ്ങനെ കൂടുതൽ സന്തോഷകരമാക്കാം എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് മനോഹർ ലാൽ സാർ പറഞ്ഞത്. വളരെയധികം റിലവൻ്റ് ആയിട്ടുള്ളതായിരുന്നു. വളരെയധികം കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് മാൻ ഈസ് ഫ്രം മാർസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ് എന്നല്ല പറയുന്നത്. രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നവർ ഒരു ലോകമാകേണ്ട ആവശ്യമില്ലെന്നല്ലേ ഇപ്പം പറഞ്ഞത് നമ്മുടെ വിജയരാമൻ സാറ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ലോകത്തിൽ എന്ന രീതിയിൽ നമുക്ക് ഈ പറയുന്നതായിട്ടുള്ള വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. നമ്മൾ അതിന് തീർച്ചയായിട്ടും ഈ കൂടുതലായിട്ടുള്ള മൊമെൻറ്റ്സ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ടൈം നമ്മൾ പറയാറില്ലേ, ക്വാളിറ്റി ടൈം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃബന്ധത്തിലുണ്ടായിരിക്കണം. പലപ്പോഴും ഫാമിലി ദാറ്റ് ലീഡ്സ് ടുഗദർ വിൽ സ്റ്റേ ടുഗദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പാരലായിട്ട് പറഞ്ഞത് ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ വിൽ സ്റ്റേ ടുഗദർ. എല്ലാവർക്കും വിശ്വാസം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് അതിന് പാരലായിട്ട് പറയുന്നത് ഫാമിലി ദാറ്റ് ഈറ്റ്സ് ടുഗദർ വിൽ സ്റ്റേ ടുഗദർ. ഒരുമിച്ച് ഒരു ഭക്ഷണശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഫാമിലീസ് എപ്പോഴും ഒരുമിച്ച് ഒരുമയോടുകൂടി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സാർ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഇപ്പോഴതിന് പലപ്പോഴും സാധിക്കുന്നില്ല. ഓരോരുത്തർ അവരുടേതായ സമയത്ത് വരുന്നു, അവരുടേതായ സ്ഥലത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ തമ്മിൽ യാതൊരുവിധമായിട്ടുള്ള സംഭാഷണവുമില്ല. ഈ സംഭാഷണങ്ങളൊക്കെയാണ് ഈ ജീവിതത്തിൽ കൂടുതലായിട്ട് സന്തോഷം ഉണ്ടാക്കുന്നത്. എബ്രഹാം ലിങ്കൻ പറഞ്ഞിരിക്കുന്നത് യു വിൽ ബി ഹാപ്പി ഓൺലി ആസ് യു വിഷ്. നമ്മൾ ആഗ്രഹിക്കുന്ന അത്രമേ നമ്മൾ സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം സന്തോഷിക്കുവാനായിട്ട്. ആ ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഒക്കെയും ഇവിടെ പറയുകയുണ്ടായി. വളരെ നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബാക്ക് ടു സാബു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഓക്കെ, ജലജ മാമുണ്ട്, മിന്നത്തുണ്ട്, പ്രശാന്ത്, ജോൺ പി മാത്യു. ആർക്കെങ്കിലും പറയണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യണേ. കുഞ്ഞായി മാസ്റ്റർ പറയും. കുഞ്ഞായി മാസ്റ്റർ പറഞ്ഞു. താങ്ക് യു സാബു സാർ. താങ്ക് യു മനോഹർലാൽ സാർ. എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, എനിക്ക് അറിയാത്ത ചില കാര്യങ്ങൾ, ചില നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു സെഷൻ. അതിൽ പലതിനെ പറ്റി പലരും അഭിപ്രായപ്പെട്ടു. എനിക്കതിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് അഭിപ്രായ വ്യത്യാസങ്ങളെ ആഘോഷമാക്കി മാറ്റുക. അത് എങ്ങനെയാണെന്നുള്ളത് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും. അത് വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ നമ്മളെ നയിക്കും, ബന്ധങ്ങളെ നയിക്കും. ക്ഷമിക്കുക, സാവകാശം മറുപടി പറയാം. എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. എൻ്റെ അടുത്തൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുള്ള ഒരു ആശുപത്രിയുണ്ട്, സെൻറ്റ് ജോസഫ്സ് ആശുപത്രി, മുക്കം. അവിടെ ഡെലിവറി കേസുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയി. രാത്രി ഉറക്കഴിഞ്ഞ് റൂം നിറയെ ആളുകളുള്ളത് കൊണ്ട് ഞാൻ മെല്ലെ അവിടെ നിന്ന് പുറത്തിറങ്ങി. അവിടെ ഒരു മഠമുണ്ട്, ഒരു ക്രിസ്ത്യൻ മഠ, ചർച്ച്. അതിൽ കയറിയിരുന്നൊരു പുസ്തകം എടുത്ത് വായിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴറിയാതെ ഉറങ്ങിപ്പോയി. ഉറക്കക്ഷീണത്തിൽ ഉറങ്ങി. ഞാൻ സാധാരണ ഇത് ചാരി ഉറങ്ങിയ ഞാൻ പിന്നെ അറിയാതെ കിടക്കുന്ന രീതിയിലേക്ക് വന്ന് കാലൊക്കെ നീട്ടി സുഖമായിട്ട് ഉറക്കാം. അവിടുന്ന് ഒരാൾ വന്നിട്ട്, ആരാണെന്ന് എനിക്കറിയില്ല, എന്നെ തട്ടി ഉണർത്തി. എന്താ അവിടെ ഉറങ്ങാനുള്ള സ്ഥലമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തട്ടി ഉണർത്തി. എനിക്കത് ക്ഷീണം കൊണ്ട് ശ്രദ്ധിക്കാനോ അത് കേൾക്കാനോ ഒന്നും കഴിഞ്ഞില്ല. ഞാനിങ്ങനെ കിടക്കാൻ അവിടെ മെല്ലെ കണ്ണു വീഴ്ച നോക്കിയപ്പോൾ ഒരാളെന്തോ പറയുന്നത്. അപ്പോഴാണ് അവിടുത്തെ ഒരു മദർ, സുപ്രീം മദർ, കുറച്ച് പ്രായമൊക്കെ ഉണ്ടവർ വന്ന് അവന് ശ്രദ്ധിച്ച് കേട്ടു. അപ്പോൾ ആ മദർ എന്നെ വഴക്ക് പറഞ്ഞ ആളോട് പറയുന്നുണ്ട്, ഉറക്കൊഴിഞ്ഞ ക്ഷീണമായിരിക്കും, കിടന്നോട്ടെ,
ആയിക്കോട്ടെ. അപ്പോൾ അത് ഞാൻ കേട്ടു. ഞാനത് കേട്ടപ്പോഴേ ഞാൻ എഴുന്നേറ്റിരുന്ന്. അപ്പോൾ മദർ എന്നോട് വളരെ സൗഹാർദ്ദത്തിൽ അവിടെ ഹോസ്പിറ്റലിലായിരുന്നില്ലേ, എൻ്റെ മുഖമൊക്കെ അതിനറിയാം, ഞാൻ അവിടെ ഉണ്ടാവലുണ്ടെന്നൊക്കെ എന്നെ കണ്ടിട്ടുണ്ടത്. ഉറക്കക്ഷീണുണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചു. നിങ്ങളവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ, ക്ഷീണമൊക്കെ മാറ്റിയിട്ട് എഴുന്നേറ്റ് പോയാൽ മതി. എന്നെ വളരെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. അപ്പോഴെൻ്റെ ഉറക്കമൊക്കെ പോയി, ക്ഷീണമൊക്കെ പോയി. ഞാൻ എഴുന്നേറ്റ് ഇരുന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കി. മദർ, ഞാൻ പോട്ടെ മദർ, ഞാൻ പുറത്തിറങ്ങി പോട്ടെ, എൻ്റെ റൂമിൽ ആളുകളൊക്കെ ഉണ്ട്, എല്ലാം നിങ്ങൾ അവിടെ കിടന്നോളൂ, അവിടെ കിടന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് പോയാൽ മതി, സാവകാശം പോയാൽ മതി, അവിടെ ഇരുന്നോളൂ, അവിടെ കിടന്നോളൂ. ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. മദറോട് കുറച്ച് കഴിഞ്ഞപ്പോൾ യാത്ര ചോദിച്ച് ഞാൻ ഇറങ്ങിപ്പോട്ടെ അവിടെ ഇറങ്ങിപ്പോന്നു, ഹോസ്പിറ്റലിലേക്ക് പോയി. ഇത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു. ആ രണ്ടുപേരുടെ സമീപനം ഒരേ സ്ഥലത്തുനിന്ന് ഒരേ ആ സന്ദർഭത്തിലാണ് രണ്ട് സമീപനങ്ങൾ. ഞാൻ പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ വന്ന് മറ്റേ ജോലിയൊക്കെ കഴിഞ്ഞ് വീണ്ടും അവിടെ പോയി ഇരിക്കും, ചിലപ്പോഴൊക്കെ ഇരിക്കാറുണ്ട് അവിടെ. പിന്നെ ഈ മദറെ കാണലിൽ എനിക്കൊരു നിർബന്ധമായിട്ടുള്ള അതിനെ കാണണം, അതിനോട് സംസാരിക്കണം താല്പര്യം തോന്നി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അടുത്തൊക്കെ പോകും. പിന്നെ മറ്റു വേറെ എപ്പോഴെങ്കിലുമൊക്കെ ആശുപത്രിയിൽ പോവുകയാണെങ്കിലും ഈ മദറിൻ്റെ അടുത്ത് ചെല്ലും. നല്ല പൂന്തോട്ടമൊക്കെ ഉണ്ട് അവിടെ എനിക്ക് ചെടികളൊക്കെ തരും. വളരെ സൗഹൃദവും സ്നേഹവും ഇപ്പോഴും ഞങ്ങൾ ആ ബന്ധം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലാണ്. ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ ഈ മദറിനെ കണ്ട് നന്ദി പ്രകടിപ്പിച്ച് നല്ല സൗഹാർദ്ദം പങ്കിട്ടുകൊണ്ടാണ് ഇപ്പോഴും വരാറുള്ളത്. അപ്പോൾ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളും പലതുണ്ടെങ്കിൽ നമ്മൾ സന്ദർഭോചിതം അതിനെ നേരിടുകയും ക്ഷമിക്കാനും പരസ്പരം സഹകരിക്കാനും ഒക്കെ സാധിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തട്ടിക്കയറി മറുപടി പറയാതെ സാവകാശം അതിനൊന്ന് അംഗീകരിച്ചു കൊടുത്തിട്ട് സാവകാശം തിരുത്തി കൊണ്ടുവരിക. ഇതൊക്കെ നമ്മൾ വ്യക്തിബന്ധത്തിനും സാമൂഹിക ജീവിതത്തിലും വളരെ ആവശ്യമാണ്. നല്ല ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ആവശ്യമാണ് എന്നുള്ള വലിയൊരു പാഠം ഡോക്ടർ മനോഹരലാൽ സാറിൽ കൂടി എനിക്ക് ജീവിതത്തിൽ അനുഭവം ഉള്ളതാണെങ്കിൽ ഇപ്പോൾ പഠിച്ചതിൽ വളരെ സന്തോഷം സാർ. താങ്ക് യു സാർ. താങ്ക് യു സാബു സാറിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. ജോൺ സാർ എന്തെങ്കിലും പറയാം. മിന്നത്ത്, ജലജ, രാജീവ്, രഞ്ജിത്ത്, ജോർജ് സാർ പറയും. താങ്ക് യു സാബു സാർ. സാറേ, മനോഹർലാൽ സാർ, വളരെ നല്ല ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ നല്ലതെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന സാറിനൊക്കെ നല്ല ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ വലിയ കാര്യം മഹത്തായ മെസ്സേജാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ക്യാപ്സൂൾസ് അല്ലേ, രസകരമായി ഉപയോഗിക്കാവുന്ന സുസാധ്യമായ ഏറ്റവും സിമ്പിൾ ടെക്നിക്സ് ആണ് പറഞ്ഞു തന്നതൊക്കെ. ഇത് കൂട്ടി വായിക്കുമ്പോൾ ഈ ഡൈവോഴ്സിന്റെ കേസുകളൊക്കെ നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്, കുടുംബ പ്രശ്നങ്ങളൊക്കെ. വാസ്തവത്തിൽ പല കേസും അടുത്തുനിന്ന് അറിയാനും പറയാനും ഇടവന്നു കഴിഞ്ഞാൽ തുടക്കം വളരെ നിസ്സാര കാര്യത്തില, അതങ്ങ് പെരുപ്പിച്ച് കൊണ്ടുപോയി മൂർധന്യത്തിൽ എത്തിക്കുന്ന. അപ്പോൾ സന്ദർഭോചിതമായി ഉപയോഗിക്കാവുന്ന വാക്കുകളും പെരുമാറ്റവും സമീപനവും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് ബന്ധത്തെയും പോഷിപ്പിക്കാൻ പറ്റും. മാത്രമല്ല ജീവിതം അത്ര സുന്ദരമായിരിക്കും. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് കഴിച്ചു കൂട്ടും എന്ന് കരുതി വിഷമിക്കുന്നവർക്കൊക്കെ സൂത്രവാക്യങ്ങളാണ് സാറിന്റെ ഈ ക്ലാസ്. തിങ്കളാഴ്ചകളൊക്കെ കാത്തിരിപ്പിന്റെ ദിവസങ്ങളായി മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് പല തിങ്കളാഴ്ചകളിലും ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സാർ. ഇനി ആർക്കാ പറയാനുള്ള? പ്രശാന്ത്, ജോൺ സാർ. ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജോൺ പി മാത്യു. ഞാൻ പുതിയ രംഗപ്രവേശനമാണ്. ഞാനൊരു ബാങ്കറാണ്. എനിക്ക് കൗൺസിലിംഗ് ഫീൽഡിൽ സോറി കേട്ടോ, ഞാൻ വീഡിയോ ഓൺ ആക്കാത്തത് ഷർട്ട് നോറ്റിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ ഡോക്ടർ മനോഹർലാൽ സാറിന്റെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ പുതുതായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നതാണ്. ഞാൻ എം എ സൈക്കോളജി ഈ ബാങ്കിൽ, ഞാൻ ഒരു ബാങ്കറാണ്, ഞാൻ പറഞ്ഞല്ലോ. എം എ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, കൗൺസിലിംഗ് ഡിപ്ലോമ എടുത്തിട്ടുണ്ട്, ഹിപ്നോതെറാപ്പി പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം ചെയ്യാനുള്ള എല്ലാ കയ്യിലുണ്ട്, പക്ഷെ ധൈര്യമില്ല. അതുകൊണ്ട് ഇതുവരെ ഞാൻ ഒരു കൗൺസിലിംഗ് സെന്ററോ അങ്ങനെ കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഈ ഡോക്ടർ മനോഹർലാൽ സാറിന്റെ ഒരു സപ്പോർട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് താല്പര്യമുണ്ട്, പൈസ ഉണ്ടാക്കാനല്ല, കൗൺസിലിംഗ് എടുത്ത് പൈസ ഉണ്ടാക്കാനല്ല. എനിക്ക് അത്യാവശ്യം പെൻഷനൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്കാരെ സഹായിക്കണം എന്നൊരു ചിന്തയുണ്ട്. ആവശ്യമുള്ള ആൾക്കാരെ സഹായിക്കണം എന്നൊരു ചിന്തയുണ്ട്. ആ ചിന്തയിലാണ് ഞാനിപ്പം മാത്രമല്ല എനിക്ക് താല്പര്യമുള്ളൊരു ഫീൽഡുമാണ്.
നോക്കട്ടെ. സാർ എവിടെയാ സ്ഥലം എവിടെയാ? അതാണ് എന്റെ പ്രശ്നം. ഞാൻ കണ്ണൂർ ജില്ലയിൽ കേളകം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഒരു റിമോട്ട് വില്ലേജ് ആണ്. അതുകൊണ്ട് യാത്ര ചെയ്യലും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എറണാകുളത്ത് മീറ്റിംഗിൽ വരാനുള്ള ബുദ്ധിമുട്ട് ഇതാണ്. എന്റെ ഇവിടുത്തെ യാത്രയാണ് പ്രശ്നം. കണ്ണൂര് സാറോടെ റെഡി ആവുന്നുണ്ട് അല്ലേ മനോഹർ സാർ? കണ്ണൂര് റെഡിയാവുന്നുണ്ട്. ഓക്കെ ഉണ്ട്. സാറിന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ വാട്സപ്പില്? അല്ല ഇതിന്റെ അകത്തൊന്ന് ഷെയർ ചെയ്യാമോ? മറ്റേ മെസ്സേജ് ആയിട്ടൊന്ന് ഇടാവോ? ചാറ്റിലിടാവോ? കോണ്ടാക്ട് ചെയ്യാം സാർ. ഓക്കെ താങ്ക് യു സാർ. രഞ്ജിത്ത്, ജലജ, രാജീവ്, പ്രശാന്ത്, ആർക്കെങ്കിലും അഡ്മിറ്റ് ചെയ്യാം? കുമാർ സാർ. ജോർജ് സാർ നാളെ ഉണ്ടോ ആലുവ? അൺമ്യൂട്ട് ചെയ്യും. ഞാൻ ഡീറ്റെയിൽസ് ഇട്ട് തരാം. വരാൻ പറ്റില്ല സാർ, എനിക്കും പറ്റില്ല. കുഴപ്പമില്ല സാർ, കുഴപ്പമില്ല. സാറിന് നമ്പർ ഒന്ന് ഇട്ടാൽ മതി, ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ശുദ്ധോന ഡോക്ടർ ഉണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. ഞാൻ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും അത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് എൻ്റെ ഭംഗി വർദ്ധിക്കുന്നുണ്ട്. നമുക്ക് സർവ്വവിജ്ഞാന കോശങ്ങളാണല്ലോ നമ്മളെല്ലാം. പക്ഷെ അത് കൃത്യമായിട്ട് സന്ദർഭങ്ങൾ അനുസരിച്ചിട്ട് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട്. പത്രത്തിൽ 3 ദിവസം മുന്നേ വായിച്ചിരുന്നു, മാതൃകാ കുടുംബജീവിതം നയിക്കേണ്ട കാര്യങ്ങളൊക്കെ ക്ലാസ് എടുക്കുന്ന ഭർത്താവ് ഭാര്യയുടെ തല സെറ്റോ ബോക്സ് കൊണ്ട് അടിച്ചു പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു എന്താ പറയുക, ആൻറ്റി ക്ലൈമാക്സ് പോലെ ഒന്ന് കാണുകയുണ്ടായി. അതേപോലെ പാലക്കാട് വെച്ചിട്ട് നമ്മുടെ ആർഷോന് ഒരടി കിട്ടുന്നതും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ സംയമനം, 3 മിനിറ്റ് വെയിറ്റ് ചെയ്യൽ, അതേപോലെ ഉള്ള കാര്യങ്ങൾ ഒക്കെ ഈ നമ്മൾ ആർഗ്യൂ ചെയ്യുന്നതും നമ്മൾ വാദിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ആയിട്ട് അതിൻ്റെ മനസ്ഥിതിയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് വരേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം തന്നെ വളരെ അക്ഷമരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഈ ഒരുപാട് അനുഭവങ്ങളിലൂടെ പക്വത നേടിയവരാണ്. നമ്മുടെ ഈ കരിങ്കൽ ചീളുകളൊക്കെ ഒരഞ്ഞൊരഞ്ഞ് നമ്മൾ നല്ല പെബിൾസായിട്ട് ഈ ജീവിതത്തിൻ്റെ ഫ്ലോയിലൂടെ അങ്ങനെ തട്ടിത്തടഞ്ഞ് വന്ന് നമ്മുടെയൊക്കെ മൂർച്ച പോയതുകൊണ്ട് നമുക്കൊക്കെ അത് നിർമ്മമരായി നോക്കിയിരിക്കാൻ കഴിയും. പക്ഷെ പുതിയ തലമുറയിലെ ആളുകളെ ഒക്കെ പ്രചോദിപ്പിക്കുന്നതൊക്കെ ഉടൻ പ്രതികരിക്കുക എന്നൊക്കെയാണ് നമ്മൾ എല്ലാ സ്ഥലത്തും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുക, പ്രതികരിക്കുക, നിങ്ങൾ കാത്തിരിക്കരുത്, എവിടെയും കയറി പ്രതികരിച്ച് കളയണം, ചോദ്യം ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു പാഠങ്ങളൊക്കെ ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ജീവിതം വളരെ ശാന്തമായിട്ട് സമതലത്തിലൂടെ ഒഴുകുന്ന പുഴ പോലെ മനോഹരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വിട്ടുവീഴ്ചകളും 2 കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർ, ഭാര്യയും ഭർത്താവും മാത്രമല്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് 14 ജില്ലകളിൽ 28 കുടുംബ കോടതികളിലും ആ കുടുംബ കോടതികളിൽ ഒരിക്കലും തീരാത്തത്ര ഈ കുടുംബ പ്രശ്നങ്ങളും ഡൈവേഴ്സ് കേസുകളും ഡിസ്പ്യൂട്ടുകളും ഒക്കെ. അത് വിദ്യാഭ്യാസം കുറഞ്ഞവരുടെ ഇടയിലല്ല, ഈ ഏസുകാരും അങ്ങനെയൊക്കെ ഉള്ളവരും വലിയ സെലിബ്രിറ്റികളും ഒക്കെ ഈ പറഞ്ഞ പോലെ ക്ഷമ, സഹിഷ്ണുത തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ള ഭാഗ്യം ചെയ്തവരൊക്കെ ഇതുപോലുള്ള ക്ലാസ്സുകളും ഇതിൻ്റെ വിജ്ഞാനങ്ങളും ഒക്കെ നേടുന്നത് കാരണം നമുക്കതിൽ മനസ്സിനെ മെരുക്കി നിർത്താനും ഒതുക്കി നിർത്താനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഈ സാറ് പറഞ്ഞത് വളരെ കൃത്യമായും ചിട്ടയോടും കൂടി പ്രതികരണം, ഭാര്യാഭർത്തൃ ബന്ധം, ഒന്നിച്ച് യാത്ര, നർമ്മബോധം, ചിരിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതും ഒക്കെ ഇപ്പോൾ വിവാഹ വാർഷികത്തിനൊക്കെ ഈ സമ്മാനം അടിക്കൊടുക്കാനല്ല, വിഷ് ചെയ്യാൻ പോലും മറന്ന ഭർത്താവിനോട് ഭാര്യ ഫോണിൽ കൂടെ അലറി പറയുന്നു, ആ പ്ലേറ്റ് എടുത്ത് താഴെ ഇടൂ എന്ന് പറയുന്നു. ആ പെങ്കോന്തൻ പ്ലേറ്റ് എടുത്ത് താഴെ ഇടുന്നു. അത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഈ ഒട്ടിച്ചു പിടിപ്പിക്കുന്ന ഒരു പശ തേച്ച് അത് ഒക്കെ കണ്ടിട്ട് അത് കണ്ട ഒരു ഭാര്യ ഈ പറഞ്ഞ പോലെ പ്ലേറ്റ് എടുത്ത് നിലത്തിടൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാരും അത് എടുത്തിടില്ല. സാധാരണക്കാരും ഉടനെ പ്ലേറ്റ് ഭാര്യ പറഞ്ഞ പോലെ എടുത്ത് ഇടുന്നവരല്ല. അപ്പോൾ ഭാര്യയുടെ ചേട്ടത്തായിരിക്കും ഒരു പക്ഷേ പ്ലേറ്റിന് പകരം പൊട്ടുന്നതും ഒക്കെ ഇതുപോലുള്ള സംഭാഷണങ്ങളിലും ഒക്കെ. തിരിച്ചും അതേപോലെ ഒക്കെ. അപ്പോൾ ഇപ്പോൾ ക്ഷമയില്ലായ്മ വലിയൊരു ആഭരണമായിട്ട് ഒരുപാട് പേര് കൊണ്ട് നടക്കുകയാണ്. നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഇടയിലും ഒക്കെ നമുക്കറിയാം, ഓപ്പോസിറ്റ് വരുന്ന ആൾ നമ്മൾ വളരെ സൗമ്യമായിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒതുങ്ങി പോകുന്ന വണ്ടിയുടെ മുന്നിലേക്ക് വെട്ടിച്ച് ചാടിച്ചിട്ട് അവൻ നമ്മൾ 2 തെറി പറഞ്ഞു പോകുമ്പോഴൊക്കെ സംയമനം പാലിക്കുക തന്നെയാണ് വളരെ
പ്രധാനം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നേരിടേണ്ടി വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കാണുന്നുണ്ട് നിരന്തരമായിട്ട്. പക്ഷേ ക്ഷമ കുറഞ്ഞ ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. അവരെ ഈ വളരെ വളരെ പ്രകോപിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരു തലമുറയാണ്. അപ്പോൾ ഈ സംഘർഷങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരുപാട് പേര് ഇപ്പം കല്യാണം കഴിക്കുന്നില്ല. അതിൽ വളരെയധികം പേരും ഈ പറഞ്ഞ പോലെ വേറൊരാളിനെ സഹിക്കാനുള്ള മനസ്ഥിതി ഇല്ലാത്ത കാരണം അവിവാഹിതരുടെ എണ്ണമൊക്കെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഈ ക്ലാസ് ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ ഈ മനോഹരമായ ക്ലാസ് കേട്ടു എന്നുള്ളത് എനിക്ക് വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനെ ഒന്ന് കമ്പയർ ചെയ്യാനും ചില സന്ദർഭങ്ങളിൽ അയ്യോ എനിക്കങ്ങനെ പറ്റിപ്പോയത് ശരിയായില്ല, അന്ന് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്നൊക്കെ ഒന്ന് ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക ഒരു തിരിച്ചറിവും ഒക്കെ അന്ന് അങ്ങനെ വേണ്ടിയിരുന്നില്ല, അല്ലെ ഇന്നാരോട് ഇങ്ങനെ വേണ്ടിയിരുന്നില്ല, നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. അയാളുടെ അഭിപ്രായം, സാറി പറഞ്ഞ ഈ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെയുള്ള വളർച്ച, അത് നമ്മൾ എപ്പോഴും എല്ലാവരും അങ്ങ് യോജിച്ചു പോവുകയാണെങ്കിൽ എന്താ വല്ല രസമുണ്ടോ? എല്ലാം അങ്ങോട്ട് യു ആർ ഓക്കെ ആയാൽ ഓക്കെ, ശരി ഒന്നിച്ചങ്ങ് പോയി കളയാന്ന്. പക്ഷേ അതല്ല, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും ഒക്കെ വരുമ്പോൾ പിന്നെ സീരിയലൊക്കെ കണ്ടാൽ സംഘർഷം ഉണ്ടാവാതിരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ചാനൽ ചർച്ച കണ്ടാൽ എതിരാളിയുടെ നമ്മൾ ആക്രമിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ തെറ്റായ പാഠങ്ങളുടെ ഇടയിൽ ഇതുപോലെ നല്ല കുളിർകാറ്റടിക്കുന്ന ഒരു ക്ലാസ് കേട്ടതിൽ ഈ എനിക്ക് വലിയ സന്തോഷമുണ്ടായി എന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അതിൽ പുതുതായിട്ടുള്ള പഠിക്കലല്ല, ചില റിയലൈസേഷനുകളും അതേപോലെ ചില ഓർമ്മപ്പെടുത്തലുകളും ആയിരുന്നു ക്ലാസ്. നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. ഐ കൺക്ലൂഡ്. ഓക്കെ, താങ്ക് യു സാർ. ഇനി ആർക്കെങ്കിലും ജലജ രാജീവ് ഇൻവൈറ്റ് ചെയ്ത് പറയും. നമസ്കാരം. ഞാൻ ജോൺ സാർ പറഞ്ഞ പോലെ സാറിൻ്റെ ഒരു അടുത്ത സ്ഥലത്ത് നിന്ന് വരുന്ന ആളാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ മണത്തണ പേരാവൂർ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് വരിക. ഞാൻ ഈ ഫീൽഡിൽ പരീക്ഷകളെല്ലാം പാസ്സായിട്ട് കുറെ കാലമായി. വളരെ സജീവമായിട്ട് ഇറങ്ങിയെന്ന് പറയാവുന്നത് ഈ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. കൊറോണയ്ക്ക് ശേഷമാണ് കുറച്ചൊന്ന് ആ ഒരു ഇതിനോടുള്ള ഒരു പാഷനുണ്ട് യഥാർത്ഥത്തിൽ. ഈ ഒരു എന്താ പറയുക, മനസ്സുമായിട്ട് ബന്ധപ്പെട്ടും നമ്മളുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനും പഠിക്കാനും കൗൺസിലിങ്ങിന്റെ ഒരു നന്മയുടെ ഭാഗമൊക്കെ ആവാനുള്ള ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറിന്റെ ക്ലാസ് ഇന്ന് വളരെയധികം മനോഹരമായിരുന്നു. ഈ പറഞ്ഞതിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ സ്വയമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും നമ്മൾ പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും വീണ്ടും നമ്മളെ അത് പലയാവർത്തി കേൾക്കുമ്പോൾ എപ്പോഴും നല്ല തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ സാർ പറഞ്ഞ പല കാര്യങ്ങളിലും ഈ തർക്കങ്ങളും വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലായ്മയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളെ ഒരു വിയോജിപ്പിലേക്കും അത് തുടർന്നുള്ള ബുദ്ധിമുട്ടിലേക്കും കൊണ്ടുപോകുന്നതെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വഴക്കുകളും തർക്കങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തിരിച്ചറിയാൻ പോലും ആർക്കും മനസ്സ് ഉണ്ടാവണില്ല. എവിടെയും ഞാൻ മികച്ചതാണെന്ന് വരുത്തി തീർക്കാനും അവിടെ ഒരു എന്താ പറയുക, ഒരു സൂപ്പർ ഈഗോ അവിടെ എല്ലായിടത്തും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാ റിലേഷൻഷിപ്സിലും ഇത് കണ്ടിട്ടുമുണ്ട്. അത് ഭാര്യ ഭർത്തൃ ബന്ധമെന്നോ എന്താ പറയുക, ശരിക്കും കുടുംബത്തിലെ എല്ലാത്തരം ബന്ധങ്ങളിലും സമൂഹമായിട്ടുള്ള പല വ്യക്തിപരമായ ബന്ധങ്ങളോ ഏതിലാണെങ്കിലും ഇതെല്ലാം ചെറിയ തോതിലോ വലിയ തോതിലോ ഒക്കെ ഉണ്ടാവുന്നു. അത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എത്തിക്കാനുള്ള കുറെ ശ്രമങ്ങളാണ് പലപ്പോഴും ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നത്. സമൂഹത്തിലും ഉണ്ട് അത്തരം കുറച്ച് കാഴ്ചപ്പാടുകൾ. ആ കാഴ്ചപ്പാടുകളെല്ലാം നമുക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിലും നാം മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നാം മാറിയാൽ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾക്ക് വ്യത്യാസം വരുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അടുത്ത് നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലും ആ വ്യത്യാസം വരുന്നുള്ളത് 100% ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അത് അനുഭവത്തിൽ കൂടിയും അറിയാം. അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊള്ളാനും മറ്റുള്ളവരുടെ ആ ഒരു എന്താ പറയുക, ശരിക്കും നമ്മളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും ആ നിമിഷത്തിൽ വേദനിച്ചെങ്കിലും എന്തുകൊണ്ട് നാം വേദനിക്കണം എന്ന് സ്വയം ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉള്ളിലേക്ക് അതിൻ്റെ എടുക്കേണ്ട ആവശ്യങ്ങളില്ല പലതും.
അതിന് അവിടെ തന്നെ ഒന്ന് എന്ത് അവര് ആ പറഞ്ഞതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ ഇമോഷണൽ ബ്രേക്കപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് ചിന്തിച്ചാൽ നമുക്ക് അത്രയധികം വേദനിക്കേണ്ടി വരുമൊന്നുമില്ല. എന്തിനാ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ കുറവ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട് സാർ. എല്ലാവർക്കും വളരെ എന്താ പറയുക, എല്ലാവരോടും വളരെയധികം നന്ദി. ഞാൻ അധികം മറ്റു ഡിസ്ട്രിക്റ്റിലെ ഒരു കാര്യങ്ങളിൽ അങ്ങനെയൊന്നും പങ്കെടുത്തിട്ടില്ല. എങ്കിലും ഇത്തരം ക്ലാസ്സുകൾ മറ്റുള്ള രീതിയിൽ ഞാൻ ധാരാളം പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ ജലജാമൻ, താങ്ക് യു. പറഞ്ഞ പോലെ കണ്ണൂര് പുതിയതായിട്ട് KCTയുടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനുള്ള പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ നമ്പർ ഞാൻ എൻ്റെ ചാറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പർ അറിയാമെങ്കിൽ ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ രണ്ട് നമ്പർ ഒന്ന് ഞങ്ങൾ വിളിക്കാം. ഈ സാറും ഈ ജലജ മാഡത്തെ പറ്റിയിട്ട് അഡീഷണൽ ആയിട്ട് ഞാനോട് ഒന്ന് രണ്ട് കാര്യം പറയാം. നല്ലൊരു എഴുത്തുകാരിയാണ്, നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്റെ അയൽക്കാരി എന്ന് പറയാം. കാരണം എന്താ ഈ കേരള ബേസിൽ നോക്കുമ്പോൾ കണ്ണൂരും ഈ മണത്തണയും കേളകവും ഒക്കെ അടുത്ത സ്ഥലങ്ങളാണല്ലോ. അപ്പോ അടുത്ത ബന്ധങ്ങളും ഉണ്ട്. നല്ലൊരു എഴുത്തുകാരിയാണ്, നല്ല നിരവധി പുസ്തകങ്ങളുണ്ട്. ഓക്കെ, അത്രയും പറയാൻ വേണ്ടിട്ട് ഞാൻ എടുത്തത് സംസാരിച്ചത്. എവിടെയാ വർക്ക് ചെയ്തിരുന്നത്? എന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ഞാൻ എന്താ പറയാ, പ്രധാനമായിട്ടും ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ, ഹസ്ബൻഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. അവിടെ ആണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിരുന്നത്. ഇത് പഠിച്ചത് അതിനൊക്കെ ശേഷമുള്ള സമയത്താണ്. എൻ്റെ ഒരു 40s ഞാനിത് ഈ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി പഠിച്ചത്. അതിനുശേഷം ഇത് പഠിത്തം തന്നെയാണ്, ഇപ്പോഴും അത് തന്നെ പരിപാടി. പഠിച്ച വഴി പഠിച്ചാൽ തീരില്ല, ഒരുപാട് നിർത്താതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അതിനുള്ള ഒരു ഇഷ്ടം കൂടുതലാണ്, അതാണ് കാര്യം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളോട് സഹകരിക്കാം. പുതിയ ഇതിന്റെ PCTയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ ആലുവയിൽ വെച്ചാണ്. അതെന്തായാലും വരണ്ട. അതിന് മുമ്പ് അവിടെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കാം, ക്ലാസ്സുകൾ എടുക്കാം, ക്ലാസ്സുകൾ കേൾക്കാം. ബന്ധപ്പെട്ടിട്ടുണ്ട് സാർ. യെസ്, അതുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും, ജോൺ സാറും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. അപ്പോൾ താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. യെസ് പ്രശാന്ത്. ഗുഡ് ഈവനിങ് സാർ. ഞാൻ പ്രശാന്ത്, വീട് ഇടുക്കി ജില്ലയിൽ രാജക്കാട്. ഞാനിപ്പോൾ അരുണാചൽ പ്രദേശിലാണ്, അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ നാളത്തെ ആലുവ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി ഞാൻ 2 ദിവസം കൂടെ ലീവ് നീട്ടി ഇരിക്കുകയാണ്. 20 തീയതി തിരിച്ചു പോകണം. അപ്പോൾ സാറിന്റെ ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. കാരണം ഞാൻ 2017 PG MSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിലും എനിക്ക് സൈക്കോളജി ആ ഫീൽഡ് ഇഷ്ടമുള്ളതുകൊണ്ട് ഇഗ്നോയിൽ നിന്നൊരു MA സൈക്കോളജി ഞാൻ എടുത്തിരുന്നു. അപ്പൊ ആ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് പോകാൻ എന്തോ ആ സമയത്ത് കഴിയാതെ അരുണാചൽ പ്രദേശിലേക്ക് അപ്പം എനിക്കൊരു ജോലി കിട്ടി, ഞാൻ പോയി. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഈ എനിക്ക് കൂട്ടുകാരായാലും വീട്ടുകാരായാലും ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടെന്ന് ഒരു പേരെനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഫീൽഡ് നമ്മൾ വേറെ ഏണിംഗ് ഒന്നും നോക്കിയല്ല, സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു നല്ലൊരു ഫീലാണെന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ ആ ഫീൽഡ് ഞാൻ ഒരുപാട് ബന്ധമില്ലെങ്കിലും എൻ്റെ അറിവുകൾ എനിക്ക് ഒരുപാട് കുറഞ്ഞു പോയി. കാരണം ഒരുപാട് നാള് അവിടെ ആകുമ്പോൾ അവിടുത്തെ ഒരു ലാംഗ്വേജ്, അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും വേറെ സ്റ്റൈലാണ്. അപ്പൊ നമുക്ക് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കൂടുതലും കുട്ടികളാണ്, അവിടെല്ലാം ബ്രോക്കൺ ഫാമിലിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ കുട്ടികൾ കൂടുതലും ബോർഡിംഗ് സ്കൂളായിരിക്കും. ഒരു 5 വയസ്സ് തൊട്ട് കൂടുതലും കുട്ടികളുടെ ഒരു ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ അറിവുകൾ എന്നെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ വളരെ പുറകോട്ടാണ് ഈ കൗണ്ട്. അതിന് ഞാൻ ഒന്ന് എന്നെ തന്നെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇടയ്ക്ക് കൂടുതലായിട്ട് ഞാൻ ഇതിലേക്ക് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വളരെ 0-യിലാണ് നിൽക്കുന്നത്. പഠിച്ചു, നല്ല മാർക്കോടെ ജയിച്ചു എന്നല്ലാതെ അവിടെ കുട്ടികളുടെ ഒരു കൗൺസിൽ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഭയങ്കര ടെക്നിക്കിന്ന് അപ്ലൈ ചെയ്യാനില്ല. അവർക്ക് അച്ഛനില്ല, അല്ലെങ്കിൽ അമ്മയില്ല, അല്ലെങ്കിൽ 2-3 അച്ഛന്മാരുള്ള ഫാമിലി അല്ലെങ്കിൽ അമ്മമാരുള്ള ഫാമിലിക്ക് ജീവിക്കുന്ന കുട്ടികളായിരിക്കും. അവരോട് നമ്മൾ എത്ര പ്രാവശ്യം എന്ത് കൗൺസിലിംഗ് ഈ സമയത്തും പറയുന്ന ഒരേ രീതി തന്നെയായിരിക്കും. പിന്നെ അതുപോട്ടെ, സാർ എന്ന് പറഞ്ഞ ക്ലാസ് റിലേഷൻഷിപ്പ്, നമ്മുടെ റിലേഷൻഷിപ്പ് കൂടുതലും നമ്മൾ ടോക്സിക് ആയിരിക്കും കൂടുതൽ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ. ന്യൂജൻ പറയുവാണെങ്കിൽ ടോക്സിക് റിലേഷൻ ആയിരിക്കും. അതില് കൂടുതൽ പുരുഷന്മാരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ലേഡീസ് ഒരിക്കലും ടോക്സിക് ആയി അത്ര അറിയപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. എന്റെ അഭിപ്രായമാണ്, ശരിയാണോ എന്ന് അറിയില്ല.
കൂടുതൽ ആൺപിള്ളേരുടെ ഒരു പ്രശ്നം വരുമ്പോഴാണ് ടോക്സിക് റിലേഷൻ എന്നൊരു പറയുന്നത്. അതിൽ പെൺകുട്ടികൾ ഒരുപാട് പേര് ടോക്സിക് ആവുന്നവരുണ്ട്. പക്ഷെ അവിടെ പലപ്പോഴും അവർ ഹൈഡായിട്ട് നിൽക്കുകയാണ്. അതാണ് എനിക്ക് പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ഒരു ലേണിംഗ് എന്ന് പറയാം. കാരണം പെൺകുട്ടികളുടെ ടോക്സിക് റിലേഷൻ ആരും അത് ആൺകുട്ടികളുടെ തലയിൽ വെക്കുന്ന ഒരു സംഭവമുണ്ട്, അവന്റെ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ന്യൂജൻ ആണ് പറയുന്നത്, ഒരു 90s കിഡ് എന്നൊക്കെ പറയുന്ന പോലെ 20 കിഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുപോലെ സാറിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയി. പിന്നെ സാറിന് നാളെ കാണാൻ എനിക്ക് കഴിയും എന്നുള്ളൊരു സന്തോഷം കൂടി എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ക്ലാസ്സിന് കയറിയത്. കാരണം എനിക്ക് അത് സാർ വരുമെന്ന് ഇങ്ങനെ വേറെ ആൾ പറഞ്ഞറിഞ്ഞു. അതുപോലെ ഒരുപാട് പേരെ പരിചയപ്പെടാനും, കാരണം എല്ലാവരും എന്നെക്കാൾ ഒരുപാട് ഇതിനെപ്പറ്റി ഫീൽഡിലുള്ള ആളുകളാണ്. ഞാൻ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് ഈ ഫീൽഡിൽ. അപ്പൊ അത് പഠിക്കാനും അതിന് മുന്നോട്ട് നിങ്ങളോടൊപ്പം നിങ്ങളെ ചേർത്ത് നിർത്തിയാൽ ഒരുമിച്ച് നിൽക്കുവാനും താല്പര്യത്തോടെയാണ് ഞാൻ വരുന്നത്. താങ്ക് യു. കേട്ടിരുന്നതിന് നന്ദി. താങ്ക് യു പ്രശാന്ത്, വളരെ സന്തോഷം. തീർച്ചയായിട്ടും നാളെ കാണാം. ഇതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോം എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ഇതുപോലെ തന്നെയുണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ച ദിവസം നമ്മൾ PCTA ഭാഗമായിട്ട് കോട്ടയത്തിൻ്റെ പ്രോഗ്രാമാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ ദിവസവും ഇതുപോലത്തെ പ്രോഗ്രാംസ് 7 മണിക്കുണ്ട്. സൈക്കോളജി, പലതരത്തിലുള്ള ക്ലാസ്, മൈൻഡ്ഫുൾനെസ്, അങ്ങനെ പലതരത്തിലുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ആ സെയിം ലിങ്ക് ഉപയോഗിച്ച് കയറാം സമയമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം മനോഹർ സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യും. ഞാൻ സന്തോഷം, നല്ല വാക്കുകൾക്ക്, നല്ല അഭിപ്രായങ്ങൾക്ക് വളരെയധികം കടപ്പെട്ടത്. അവിടെ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരും ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. പല തലത്തിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. എനിക്ക് തോന്നി ഇന്നത്തെ സമൂഹത്തിൽ ഇത് വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ കുറേ കപ്പിൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയൻസിന് നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. കൂടുതൽ വേറൊരു അവസരത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. നമ്മുടെ PCTA പ്ലാറ്റ്ഫോമിൽ എല്ലാവരും വരണം. നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാൻ എല്ലാവരും നമ്മളോടൊത്ത് വരണം. എല്ലാവരും പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ ആകാശങ്ങൾ, പുതിയ മേഖലപ്പുറങ്ങൾ നമുക്ക് സൃഷ്ടിക്കാമെന്ന് പറഞ്ഞു. നമസ്കാരം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ജോർജ് സാറെ ഞാൻ ഡീറ്റെയിൽസ് ഇട്ട് തരാം കേട്ടോ. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ ഓക്കെ, സി യു, ഗുഡ് നൈറ്റ്. ഇപ്പോൾ നമുക്ക് നാളെ ഈ പറഞ്ഞ പോലെ നാളത്തെ പ്രോഗ്രാം പബ്ലിസിറ്റി വളരെ കുറവായിരുന്നു എന്നാണോ സാറേ അതിന്റെ അർത്ഥം? ഇല്ല സാർ, അത് ഒഫീഷ്യൽ ഇനാഗുറേഷൻ, അപ്പോൾ മെമ്പേഴ്സ് എന്നുള്ള രീതിയിലാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് ജില്ലാ തലത്തിൽ സാറൂടെ ഉണ്ടായിരുന്നു, അതൊന്നും കണ്ടില്ലല്ലോ. ജില്ലാ തലത്തിലൊന്നും ഗ്രൂപ്പിലിട്ടില്ലേ? കണ്ടില്ല, ഞാൻ കണ്ടില്ല. ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോന്ന് അറിയില്ല. ഓക്കെ, അത് സാറില്ല, അതിപ്പോൾ നാളെ അതിന്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ, അപ്പോൾ മെമ്പേഴ്സ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ സാറിനെ അവിടെ ഞങ്ങൾ മെമ്പർ ആക്കും, നാളെ വന്നാൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. അല്ല, മറ്റത് തുടക്കം പോലെ ഉണ്ടായിരുന്നു KCTU. ഓക്കെ, അതെ അതെ. ഓക്കെ, അപ്പം നാളെ കാണാം. വീണ്ടും നമുക്ക് ആലുവയിലായിരുന്നു തുടക്കം. യെസ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.